ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് മണ്ഡൂക്യോപനിഷത്ത് മൂന്നാമത്തെ കാര്യമാണ്. വിശ്വോഹി സ്ഥൂലഭും നിത്യം തൈജസ പ്രവിവിക്തഭുക് ആനന്ദഭുക് തഥാ പ്രാജ്ഞ ത്രിധാ ഭോഗം നിബോധത. കഴിഞ്ഞ കരികയില് വിശ്വൻ, തൈജസൻ, പ്രാജ്ഞ ഈ മൂന്ന് തരത്തിലുള്ള ഈ ജീവന്റെ ദേഹബന്ധത്തെ കാണിച്ചു. ജീവൻ ഈ ശരീരത്തിലിരുന്നുകൊണ്ട് ഈ ചൈതന്യത്തിന്റെ സാന്നിധ്യത്തെ ഇങ്ങനെ അറിയുന്നു. ഉണർന്നും സ്വപ്നം കണ്ടും ഉറങ്ങിയും അറിയുന്നു. അത് വിശദമായി മുമ്പ് പറഞ്ഞു. മന്ത്രങ്ങളിൽ കാരികയിൽ അതിനെ പറയുന്നു. അതുകൊണ്ട് ഇതിന് ഭാഷ്യകാരൻ ഭാഷ്യം രചിച്ചിട്ടില്ല. ഉക്താർത്ഥവും ശ്ലോകവും എന്ന് പറഞ്ഞു. ഈ ശ്ലോകങ്ങളുടെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞതാണ്. കാരണം മന്ത്രങ്ങളുടെ വ്യാഖ്യാനമാണ് കാരിക. വ്യാഖ്യാന രൂപത്തിൽ ഇവിടെ പറയുന്നു. വിശ്വ നിത്യം സ്ഥൂലഭുക്. വിശ്വൻ സദാ സ്ഥൂലഭുക്കായിരിക്കുന്നു എന്നാണ്. വിശ്വൻ സദാ സ്ഥൂലഭുക്കായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ സ്ഥൂലം എന്ന് പറയുന്നത് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ അനുഭവിക്കുന്ന സർവ്വവിഷയങ്ങളും, അത് സ്ഥൂലമായിരിക്കുന്ന ബാഹ്യവിഷയങ്ങൾ, സൂക്ഷ്മമായിരിക്കുന്ന മനസ്സ്, ഇതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇവിടെ സ്ഥൂലഭുക് എന്ന് പറയുന്നത്. സ്ഥൂലത്തെ അനുഭവിക്കുന്നവനെന്ന് പറയുന്നത്. ജാഗ്രതയിലെ മനസ്സ് സ്ഥൂലമായ വിഷയങ്ങളോട് ചേർന്നിരിക്കുന്നതുകൊണ്ട് അതും സ്വപ്നത്തെ അപേക്ഷിച്ച് സ്ഥൂലം തന്നെ. തൈസ പ്രവിവിക്ത ഭുക്ക് എന്ന് പറയും. അവിടെ സൂക്ഷ്മം എന്ന് പറയുന്നത് കേവലം മനോമയമായ പ്രപഞ്ചമാണ്. പക്ഷെ അത് ജാഗ്രതയിൽ നിന്നും വ്യത്യസ്തമാണ്. ജാഗ്രതയിലെ മനസ്സ് അതുപോലെ സ്വപ്നത്തിൽ നിൽക്കുന്നില്ല. അതുകൊണ്ട് മുമ്പ് ഭാഷ്യകാരൻ പറഞ്ഞു, ജാഗ്രതയിലെ അനുഭവങ്ങളിൽ നിന്നുള്ള സംസ്കാരത്തോടു കൂടിയ മനസ്സ് അവിടെ ഉണർന്ന് പ്രവർത്തിക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് സ്ഥൂലമല്ല, തികച്ചും സൂക്ഷ്മമാണ്. മനസ്സ് സൂക്ഷ്മം തന്നെയാണെങ്കിലും ജാഗ്രതയിൽ അത് പ്രധാനമായും സ്ഥൂല വിഷയങ്ങളോട് ചേർന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ജാഗ്രതയിലെ സർവവും സ്ഥൂലം തന്നെ. ജാഗ്രതയിൽ വിശ്വൻ സ്ഥൂലഭുക്കായിരിക്കുന്നു. ബാഹ്യമായ വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ സ്ഥൂലമെന്നും സൂക്ഷ്മമെന്നും പറയും. സ്ഥൂലമായ വിഷയങ്ങളുണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാമെന്നുള്ളത്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്ത സൂക്ഷ്മമെന്ന് പറയും, പരമാണുക്കളും മറ്റും. പക്ഷെ ഇവിടെ വിശ്വനെ സംബന്ധിച്ചിടത്തോളം ഉണർവിൽ എന്തെല്ലാം അനുഭവ വിഷയമാകുന്നുണ്ടോ അത് സർവവും സ്ഥൂലമാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ ധരിക്കുന്ന സ്ഥൂലം സൂക്ഷ്മം എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. ഒന്നിനെ ഉണർന്ന് ഗ്രഹിക്കാനായാൽ അത് സ്ഥൂലമായി. അപ്പൊ വിശ്വന് സ്ഥൂലത്തെ അനുഭവിക്കുന്നു. അത് ഈ ബാഹ്യപ്രപഞ്ചത്തിന്റെ സ്ഥൂലതയ്ക്ക് ഈ ഉണർവിൽ പ്രാധാന്യമുള്ളതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ്. അതങ്ങനെ തന്നെ ആയിരിക്കും, അതിന് മാറ്റമില്ല എന്നാണ്. തൈജസ പ്രവിവിക്തഭുക്. തൈജസ്സിനാണെങ്കിലോ സൂക്ഷ്മത്തെ. സ്വപ്നത്തിൽ വാസ്തവത്തിൽ ഈ ജാഗ്രതയിലെ മനസ്സോ ജാഗ്രതയിലെ ഇന്ദ്രിയങ്ങളോ ഒന്നും അതേപടി അവിടെ നിലനിൽക്കുന്നില്ല. മറിച്ച് അവിടെ ഒരു പ്രത്യേക സൃഷ്ടി നടക്കുകയാണ്. അവിടെ ഒരു പ്രത്യേകമായ മനസ്സ്, ഒരു പ്രത്യേകമായ ഇന്ദ്രിയങ്ങൾ, പ്രത്യേകമായ വിഷയങ്ങൾ എല്ലാം അവിടെ സ്വതന്ത്രമായി സൃഷ്ടിക്കുകയാണ്.
ജീവൻ അവിടെ അനുഭവിക്കുന്നത് ആ ജീവന്റെ സൃഷ്ടി, തൈജസ്സിന്റെ സൃഷ്ടി. അതിന് ഈ ജാഗ്രത് മനസ്സിനെ ആശ്രയിക്കുന്നു. എങ്ങനെ ജാഗ്രതത്തിലെ സംസ്കാരങ്ങൾ അതിന് കാരണമെന്ന് പറയുന്നു. എന്നാലും ജാഗ്രത അതുപോലെ അവിടെ വരുന്നില്ല. അതുകൊണ്ടതിന് പ്രവിവിക്ത സൂക്ഷ്മം, പ്രവിവിക്തം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മം, ആ സൂക്ഷ്മത്തെ അനുഭവിക്കുന്നവനാണ് തൈജസ്സൻ എന്ന് പറയുന്നത്. ആനന്ദഭുക് തഥാ പ്രാജ്ഞ, പ്രാജ്ഞൻ ആനന്ദഭുക്കാണ്, ആനന്ദത്തെ അനുഭവിക്കുന്നു. അതെങ്ങനെയാണ് ആനന്ദത്തെ അനുഭവിക്കുന്നത് മുമ്പ് പറഞ്ഞു. വലിയ ഭാരം എടുത്ത ഒരാൾ ആ ഭാരത്തെ ഇറക്കി വയ്ക്കുമ്പോൾ അയാൾക്ക് വരുന്ന സ്വസ്ഥത, സുഖം, ശാന്തി, അതുപോലെ ജാഗ്രത് സ്വപ്നങ്ങളിലെ ആയാസങ്ങളിൽ നിന്നും മുക്തനായി ഇരിക്കുന്ന അവസ്ഥ ജീവന്റെ, അതവന്റെ പ്രാജ്ഞഭാവമാണ്. ഇങ്ങനെ ത്രിധ ഭോഗം നിബോധത, അതിന് 3 തരത്തിലുള്ള അനുഭവങ്ങളുണ്ട്. സ്ഥൂല, സൂക്ഷ്മ, ആനന്ദം. ഈ ആനന്ദത്തെ തന്നെ ചിലപ്പോൾ കാരണമെന്ന് പറയും. കാരണം ജാഗ്രത സ്വപ്നത്തിലേക്ക് ജീവൻ ഈ ഉറക്കത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് അതിന് കാരണമെന്ന് പറയുന്നു. ഇവിടെ ഒരു ചോദ്യം എന്താണ്? പ്രാജ്ഞ അവ്യാകൃത തലത്തിൽ വ്യഷ്ടി സമഷ്ടി ഉപാധിഭേദം എങ്ങനെ നിലനിൽക്കുന്നു? അതായത് പ്രാജ്ഞൻ എന്ന് പറയുന്നത് ജീവന്റെ അവസ്ഥയാണ്. ജീവന് പരമാവധി എത്തിച്ചേരാൻ പറ്റുന്നത് ജീവഭാവം നഷ്ടപ്പെടാതെ. ജീവന് പരമാവധി എത്തിച്ചേരാൻ പറ്റുന്നത് ഉറക്കമാണ്. അവിടെ പറഞ്ഞല്ലോ, അവിടെ ഒരു ബീജാവസ്ഥയാണ്. അതുകൊണ്ട് അവിടെ ജീവഭാവം ജാഗ്രതത്തിനെയും സ്വപ്നത്തെയും അപേക്ഷിച്ച് നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ആ തുരീയ സ്ഥിതി അല്ലെങ്കിൽ മുക്താവസ്ഥ അങ്ങനെയൊന്നും സുഷുപ്തിയിലോ വീണ്ടും ജാഗ്രതത്തിലേക്കും സ്വപ്നത്തിലേക്കും വരുമ്പോഴും അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് പറയുന്നത് എന്താണ്? അവിടെ പ്രാജ്ഞനും ഒരു ഉപാധിയുണ്ട്. അത് പല ഭാഗങ്ങളിലും പറയുന്നു. അതൊരു കൽപ്പനയാണ്. നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ ഒന്ന് നമുക്ക് കൽപ്പിക്കേണ്ടി വരുന്നു. ആ കൽപ്പനയിൽ നിന്നുകൊണ്ടാണ് പറയാൻ കാരണം ആത്യന്തികമായി ആ സുഷുപ്തിയെക്കുറിച്ച് നമുക്ക് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റത്തില്ല. അവിടെ അഗ്രഹണമാണ്, അന്യഥാഗ്രഹണമില്ല. അന്യഥാഗ്രഹണം ജാഗ്രതത്തിലും സ്വപ്നത്തിലും. അന്യഥാഗ്രഹണം ഉള്ളിടത്ത് മാത്രമേ നമുക്ക് ഉണ്ട് ഇല്ല എന്നെല്ലാം പറയാൻ പറ്റും. അഗ്രഹണം ഉള്ളിടത്ത് എങ്ങനെ പറയാൻ പറ്റും? ഉണ്ടെന്നോ ഇല്ലെന്നോ. പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അംഗീകരിക്കേണ്ടി വരുന്നു. എന്താണോ? ഉണർവിന് ശേഷം നമുക്ക് മുക്തി അനുഭവിക്കാൻ കഴിയുന്നു. അല്ലെങ്കിൽ ഇവിടെ പറയുന്ന തുരീയ എന്ന് പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു നിലയെക്കുറിച്ച് അതൊന്നും നമുക്ക് പിടികിട്ടുന്നില്ല. അപ്പോൾ നമ്മൾക്ക് കൽപ്പിക്കേണ്ടി വരുന്ന എന്താണ്? അവിടെ ഒരു ഉപാധിയുണ്ട്. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരും. ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഈ എല്ലാ കോലാഹലങ്ങളോടും കൂടിയിരുന്ന ഈ ജീവനാണ്. ഇതെല്ലാം ഈ ഭാവങ്ങളെല്ലാം എവിടെ പോയി? ഇതെല്ലാം ചേർന്ന് അവസാനിക്കുന്നതിന്, ഇത് ലയിക്കുന്നതിന് ഒരു തലം വേണം. അതിന് സ്വീകരിച്ചേ പറ്റും. നമ്മളത് അറിയുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും ഇതൊന്ന് അവസാനിക്കണം. ആ അവസാനിക്കുന്ന തലത്തെയാണ് അവ്യാകൃതം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നു അവിടെ അവ്യാകൃത ഭാവത്തോട് ഏകീഭവിച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് നമ്മുടെ അനുഭവത്തിൽ തന്നെ എന്താണ്? ജീവന്മാർ അനന്തമാണ്. ഞാൻ, നീ എന്നിങ്ങനെ അനന്തമായ ജീവന്മാരാണ്. ഈ അനന്തമായ ജീവന്മാർക്ക് ഒരു തലം വേണം. എല്ലാവർക്കും ഈ സുഷുപ്തിയിൽ ഏകീഭവിക്കാം. ഞാൻ ഉറങ്ങിയിട്ട് എണീറ്റ് വന്നാൽ ഞാനായി തന്നെ വരുന്നു,
ഉപനിഷത്തിൽ അത് പറയും. പക്ഷി ഉറങ്ങി എണീറ്റ പക്ഷിയായി തന്നെ വരും. മൃഗം ഉറങ്ങി ഉണർന്നു വന്നാൽ മൃഗമായിട്ട് തന്നെ വരും. മനുഷ്യൻ ഉറങ്ങി ഉണർന്നാൽ മനുഷ്യനായിട്ട് തന്നെ വരും. ഈ ഭേദങ്ങളെയെല്ലാം നിലനിർത്തി അതിന് ഉൾക്കൊള്ളാൻ ഒരു തരം വേണം. ഞാൻ പറയുകയാണ്, എല്ലാവരും ഉറങ്ങിയപ്പോൾ എന്നിലേക്ക് തന്നെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉണർന്നു കഴിഞ്ഞാൽ എല്ലാവരും ഞാനായിരിക്കും. അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഓരോ ജീവന്മാരും ഉറങ്ങി ഉണർന്ന് വരുമ്പോൾ അതാതായിട്ട് തന്നെ തിരിച്ചു വരുന്നു. അപ്പോൾ ഈ ഭേദങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെല്ലാം നിലനിർത്തുന്ന ഒരു തലം വേണം. അതാണ് സമഷ്ടി എന്ന് പറയുന്നത്. അത് അവ്യാകൃത ഭാവം. ഇത് നമ്മൾ കൽപ്പിക്കുകയാണ്, അല്ലാതെ വേറെ നിവൃത്തിയില്ല. അങ്ങനെ ഞാൻ ഉറങ്ങുമ്പോൾ തിരിച്ചു വരുന്നത് കൊണ്ട് എന്താണ്, എന്റേതായ ഒരു ഭാവം അവിടെ നിലനിന്നിരുന്നു. അതാണ് വെഷ്ടി എന്ന് പറയുന്നത്, വെഷ്ടി ഉപാധി എന്ന് പറയുന്നത്. എനിക്ക് സംഭവിക്കുന്നത് പോലെ തന്നെ അനന്ത ജീവന്മാർക്കും, മനുഷ്യ പശു പക്ഷി ഭേദത്തിലുള്ള അനന്ത ജീവന്മാർക്ക് സംഭവിക്കുന്നു. ഈ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ഒരു ഭാവം അവിടെ വേണം. അതിന് നമ്മൾ എന്ത് പറയുന്നു, സമഷ്ടി എന്ന് പറയുന്നു. ഇത് രണ്ടും നിലനിൽക്കുന്ന ഒരു തലത്തെ നമ്മൾ അവ്യാകൃതൻ എന്ന് നമ്മൾ കൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ശാസ്ത്രം അങ്ങനെ നമ്മളെ ബോധിപ്പിക്കുകയാണ്. അതാണ് ഇവിടെ വെഷ്ടി സമഷ്ടി എന്ന് പറയുന്നതിന്റെ ഭേദം. മറിച്ച് ഞാനിപ്പോൾ ഉറങ്ങി, എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ എന്നും നമുക്ക് തീരുമാനിക്കാൻ വയ്യ. കാരണം ഞാൻ ഉറങ്ങിയപ്പോൾ എന്തായാലും എനിക്ക് പറയാൻ കഴിയത്തില്ല ബാക്കിയുള്ളവരും ഉറങ്ങിയെന്ന്. അതെന്തായാലും പറയാൻ കഴിയത്തില്ല. ഞാൻ ഉറങ്ങുമ്പോൾ എല്ലാവരും ഉറങ്ങുന്നു, ഞാൻ ഉണരുമ്പോൾ എല്ലാവരും ഉണരുന്നു എന്ന് പറയാൻ വയ്യ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് യുക്തിക്ക് നിരക്കുന്നതല്ല. അപ്പൊ ഞാൻ ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുന്ന അനേക ജീവന്മാരുണ്ട്. അത് നമ്മുടെ അനുഭവസിദ്ധമായ കാര്യമാണ്. അപ്പൊ അവർക്ക് ഉറങ്ങാനും ഒരു തലമുണ്ട്, ഞാൻ ഉറങ്ങുന്നത് പോലെ. അപ്പൊ ആ ഓരോ ജീവന്മാരെയും ഉൾക്കൊള്ളുന്ന അതാണ് സമഷ്ടി എന്ന് പറയുന്നത്. എനിക്ക് എന്റേതായി ഒരു തലമുണ്ട്, എന്റെ മനസ്സിനും എന്റെ കരണങ്ങൾക്കും എല്ലാം വിലയിക്കുന്നതിന് എന്റേതായ ഒരു തലമുണ്ട്. അതാണ് വെഷ്ടി. അപ്പോൾ ഈ സമഷ്ടിഭാവത്തിൽ നിൽക്കുന്ന അവ്യാകൃത ഈ എല്ലാ വെഷ്ടികളെയും ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്നു. അതിലിങ്ങനെ ഒരു സമുദ്രത്തിൽ അനേകം തിരകൾ തരംഗങ്ങൾ ഉണ്ടായി ലയിക്കുന്നത് പോലെ മാറി മാറി വിഭിന്ന കാലങ്ങളിൽ വിഭിന്ന ദേശങ്ങളിൽ സംഭവിക്കുന്നത് പോലെ ഈ അവ്യാകൃതനിൽ ഇത് സദാ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നമുക്കൊരു അവ്യാകൃതൻ എന്ന് പറയുന്ന ഒരു സമഷ്ടിയെയും പ്രാജ്ഞൻ എന്ന് പറയുന്ന ഒരു വെഷ്ടിയെയും നമുക്ക് സ്വീകരിക്കേണ്ടി വരും. അത് ഉപാധിഭേദമനുസരിച്ചാണ്, ചൈതന്യം ഒന്നാണ്. അതാണ് വെഷ്ടി സമഷ്ടി ഉപാധിഭേദം അങ്ങനെ നിലനിൽക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ നിലനിൽക്കുന്നുകൊണ്ടാണ്, അങ്ങനെ നിലനിർത്തുന്നതുകൊണ്ട്, നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. ഈ അവ്യാകൃതൻ ഒരാളെ എങ്ങനെയാണോ കിട്ടുന്നത് അതേപടി സ്വീകരിക്കുന്നു. എങ്ങനെയാണോ പുറത്തുവിടേണ്ടത് കിട്ടിയതുപോലെ പുറത്തുവിടുന്നു. നമ്മളൊരു മുറിക്കകത്ത് അടച്ചിട്ട് അതിനകത്തുനിന്ന് തുറന്നു വിടുന്നത് പോലെ. അവിടെ അടച്ചിടാനും തുറന്നുവിടാനും ഒരു ആളുണ്ടെന്ന് നോക്കിയ ഒരാളെയോ 2 പേരെയോ 10 പേരെയോ 100 പേരെയോ അങ്ങനെ അകത്തേക്ക് അടച്ചിടുന്നു, പുറത്തേക്ക് തുറന്നുവിടുന്നു. അതുപോലെ ഈ അവ്യാകൃതൻ ഇത് ചെയ്യുകയാണ്, നിലനിർത്തുകയാണ്. എന്തിനാ ഈ ഓരോ ഭേദത്തെയും? ഒരാൾ അവിടെ ഏകീഭവിച്ചാലും അയാളായി തന്നെ തിരിച്ചു വരും, മാറ്റം സംഭവിക്കുന്നില്ല. ഏകീഭവനവും ആ ഭേദവും നിലനിർത്തുന്നു. അങ്ങനെ നിലനിർത്തുന്ന എന്തോ ഒന്നുണ്ട്, അതിനെയാണ് പറയുന്നത് സമഷ്ടി എന്ന് പറയുന്നത്. പക്ഷേ അവശനായി അതിലേക്ക് പോകുന്നു, അവശനായി തിരിച്ചു വരുന്നു. അവിടെ യാതൊരു സ്വാതന്ത്ര്യവും. അത് പറയും ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ജീവന് യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ്?
ഒരു പാവ കളിക്കാരന്റെ കയ്യിലുള്ള പാവയെ പോലെയാണ്. അയാളുടെ വിരലുകളുടെ ചലനങ്ങൾക്കനുസരിച്ച് പാവയ്ക്ക് ചലിച്ചേ പറ്റും. അതുപോലെ ഈ ജീവന്റെ ജാഗ്രത, സ്വപ്ന, സുഷുപ്തികളെന്ന് പറയുന്ന ഈ അവസ്ഥകളിലേക്ക് നിർബന്ധിതനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആ ജീവന്റെ ആഗ്രഹങ്ങൾ വരാം. ചില ചോദിക്കും, ഞാൻ ആഗ്രഹിച്ചിട്ട് ഉറങ്ങുന്നുണ്ടല്ലോ. ആഗ്രഹിക്കാതെയും ഉറങ്ങാം. ആഗ്രഹിക്കണമെന്നില്ല. ആഗ്രഹിച്ചാലും സംഭവിക്കാം. അതിനുള്ള ആഗ്രഹമോ അതിനുശേഷം സംഭവിക്കുന്ന അതിന്റെ ഫലമോ ഒന്നും തന്റെ നിയന്ത്രണത്തിലല്ല. അതുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിച്ചാലും ഉറങ്ങാതിരിക്കുന്നത്, ആഗ്രഹിച്ചാൽ ചിലപ്പോൾ ഉറങ്ങിപ്പോകുന്നത്, ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു അന്തര്യാമിയെ അവിടെ സ്വീകരിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ഇത് ആരുടെ നിയന്ത്രണത്തിലാണെന്നുള്ള ചോദ്യത്തിന് നമുക്ക് മറുപടിയില്ലാതെ വരും. ആരാ ഇതിനെ നിയന്ത്രിക്കുന്നത്? ആരാ ഉണർത്തുന്നത്? ആരാ ഉറക്കുന്നത്? ഇതിന് സമാധാനം പറയാൻ സാധ്യമല്ല. ഞാനെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ഉണർന്നതിന് ശേഷമാണ് എനിക്ക് അനുഭവത്തിൽ വന്നത്. ഉറങ്ങിക്കിടന്നപ്പോൾ അവിടെ എനിക്ക് ഞാനുണ്ടായിരുന്നു. ഞാനാണ് ഉണർന്നതെന്നോ ഞാനാണ് ഉറങ്ങുന്ന ഞാൻ അറിയുന്നില്ല. ഉണർന്നിരിക്കുന്ന ഞാൻ മാത്രമേ എനിക്കറിയാവൂ. ഉറങ്ങുന്ന ഞാൻ എനിക്കറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിന്റെ നിയന്ത്രണം മറ്റാരുടെ കയ്യിലാണ്. അതാണ് പ്രാജ്ഞൻ. അതാണ് പ്രാജ്ഞൻ ഏകീഭവിച്ചിരിക്കുന്ന ആ സമഷ്ടി. അതാണ് അതിന്റെ ഭേദം. അത് ചോദിക്കുന്ന ഏകീഭൂതമായ അവ്യാകൃതാവസ്ഥയിൽ സർവജ്ഞത്വം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അവിടെ ജ്ഞാതൃജ്ഞേയ ഭേദമില്ലല്ലോ. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ മുമ്പ് വിശദീകരിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ വിശദീകരിച്ച രീതിയിൽ വിശദീകരിച്ചാൽ മനസ്സിലാകത്തില്ല. അതുകൊണ്ടായിരിക്കാം പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം മനസ്സിലാക്കിയിട്ടില്ല. അതായത് ഇവിടെ പ്രാജ്ഞൻ അവ്യാകൃതനോട് ഏകീഭവിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഒരുപക്ഷെ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും. എന്താണ്? ജീവൻ ഉറങ്ങുന്നു, അതുപോലെ ഈശ്വരനും ഉറങ്ങുന്നുണ്ടാകും എന്ന് ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കും. ഉറങ്ങുന്ന ആളിനെ നമുക്ക് ഈശ്വരനെന്ന് വിളിക്കാൻ ഒക്കത്തില്ല. ഈശ്വരൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി? ഈശ്വരൻ ഉറങ്ങുന്നില്ല. പക്ഷേ ഇവിടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുകയാണ്. അവ്യാകൃത അവസ്ഥ, അതായത് ജീവന് വിശ്രമിക്കുന്നതിനൊരു തലമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജീവനെ പോലെ അന്ധകാരത്തിൽ അജ്ഞതയിൽപ്പെട്ട് ആ ഈശ്വരൻ ഉറങ്ങുകയാണ്, നമ്മൾ ആ ഉറക്കത്തിൽ പങ്കുപറ്റുന്നു എന്നുള്ള എന്റെ അർത്ഥം. ഈശ്വരൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ നമ്മളോട് അവിടെ ചെന്ന് ചേർന്നു എന്ന് ധരിക്കരുത്. ഈശ്വരൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആകെ കാര്യങ്ങൾ അവതാളത്തിലായി. നമുക്ക് ഊഹിക്കാം എന്തായിരിക്കും സ്ഥിതി. അപ്പൊ അത് സംഭവിക്കുന്നില്ല. അതൊരവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. അതായത് ജീവന്റെ ഉറക്കം, സുഷുപ്തി, വിലയം, അതിനെ ഉൾക്കൊള്ളുന്ന ഒരു തലം, സമഗ്രമായൊരു തലം, അത് ഈശ്വരൻ നിലനിൽക്കുന്നു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അവിടെ ഈശ്വരന് അജ്ഞാനമുണ്ടെന്നോ എന്നുള്ളതല്ല. പിന്നെ ഒന്നുണ്ട്, എന്താണോ? ഇത് സർവവും നിലനിൽക്കുന്ന ഈശ്വരനിലാണ്. നല്ലതും ചീത്തയും ഗുണവും ദോഷവും എല്ലാം നിലനിൽക്കുന്ന ഒന്നിലാണ്. ആ ഒന്നിൽ ഇത് നിലനിൽക്കുന്നെങ്കിലും ആ ഒന്നിനെ ഇതൊന്നും ബാധിക്കുന്നില്ല. ഇവിടെ പറഞ്ഞല്ലോ, അടുത്തും പറയും എന്താണ്? ഈ ജീവനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈശ്വരനാണ്. ഇവിടെ തന്നെ പറയും തേജോവംശൂൻ പുരുഷ പൃഥക്. ആ പുരുഷനാണ് ഈ ജീവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ജീവൻ എത്ര കൊള്ളരുതാത്തവനാണ്, നമ്മളോട് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല.
ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തികളിലൂടെ കടന്നുപോകുന്ന ഈ ജീവന്റെ ഈ നന്മ തിന്മകൾ ഇത് ഈശ്വരനെ ബാധിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോ ജീവനുമായി താരതമ്യപ്പെടുത്തുക, അല്ലെങ്കിൽ ജീവന്റെ അവസ്ഥകളുമായി താരതമ്യപ്പെടുത്തിയല്ല ഈശ്വരനെ മനസ്സിലാക്കേണ്ടത്. ഇതിനെല്ലാം അതീതനായി, ഇതിനെല്ലാം വിരുദ്ധനായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജീവനെക്കുറിച്ച് അല്പജ്ഞനെന്നാണ് നമ്മുടെ അനുഭവം. അതുകൊണ്ട് നമ്മൾ ഈശ്വരനെ കുറിച്ച് സങ്കല്പിക്കുന്നത് സർവജ്ഞനാണ്. ജീവനെക്കുറിച്ച് അശക്തനാണെന്നാണ് നമ്മുടെ അനുഭവം. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഈശ്വരൻ സർവശക്തനാണ്. ഈശ്വരൻ ജീവൻ അനീശ്വരനാണ്, ഐശ്വര്യമില്ലാത്തവനാണ്. അതുകൊണ്ട് ഈശ്വരനെ കുറിച്ച് പറയുന്നു ഈശ്വരനാണ്, സർവേശ്വരനാണ്. അതുകൊണ്ട് തന്നെ ഈ ജീവനിൽ സംഭവിക്കുന്ന യാതൊന്നും തന്നെ ഈശ്വര സ്വരൂപത്തിൽ സംഭവിക്കുന്നില്ല. പക്ഷേ ഈ ജീവന്റെ എല്ലാ ഭാവങ്ങളെയും ഈശ്വരൻ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്നു, സൃഷ്ടിച്ച് നിലനിർത്തി തന്നിൽ സംഹരിക്കുന്നു. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് എന്തെല്ലാം ഇവിടെ പറയുന്നുണ്ടോ എന്ന് വെച്ചാൽ ജീവന്മാരെ സംബന്ധിച്ച് അതിന് നേരെ വിരുദ്ധമായതാണ് അവിടെ. അതുകൊണ്ട് ഏകീഭൂതമായ അവ്യാകൃതാവസ്ഥയിൽ, ഏകീഭൂതമായ അവ്യാകൃതാവസ്ഥ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ നമ്മളെ സ്വീകരിച്ച് തന്നിൽ നിലനിർത്തി പിന്നെ തന്നിലേക്ക് പുറത്തുവിടുന്ന അവസ്ഥ. അപ്പൊ തനിക്കിവിടെ ഈ അവശത സംഭവിക്കുന്നു, അതുകൊണ്ടത് ഈശ്വരനിൽ സംഭവിക്കുന്നില്ല. ഈശ്വരൻ അവിടെ എന്തിരിക്കുന്നു? ഉണർന്നിരിക്കുന്നു, സർവജ്ഞനായിരിക്കുന്നു, സർവശക്തനായിരിക്കുന്നു, സർവേശ്വരനായിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളെ അങ്ങോട്ടെടുക്കാനും തിരിച്ചുവിടാനും കഴിയുന്നത്. അല്ലേ? അപ്പോ അവ്യാകൃതാവസ്ഥയിൽ സർവജ്ഞത്വം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ജീവന് സംഭവിക്കുന്ന അല്പജ്ഞത ഈശ്വരന് സംഭവിക്കുമോ എന്നൊരു സംശയമാണ്. അത് സംഭവിക്കുന്നില്ല. ഈശ്വരൻ സർവജ്ഞനായിരിക്കുന്നതുകൊണ്ടാണ് ഈശ്വരൻ അന്തര്യാമിയായി അവ്യാകൃതനായിരിക്കാൻ കഴിയുന്നത്. അപ്പോഴും അവൻ സർവജ്ഞനും സർവശക്തനും സർവേശ്വരനുമായി തന്നെ ഇരിക്കുന്നു. ജീവനെ ഉൾക്കൊള്ളുന്നതുകൊണ്ട് ഈശ്വരൻ എന്തെങ്കിലും ന്യൂനത സംഭവിക്കുന്നില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ സുഷുപ്തിയിലേക്ക് പോണ്ട. ഈ ജാഗ്രതത്തിൽ ഉണർന്നിരുന്ന ഈ ജീവൻ എന്തൊക്കെ വികൃതികളാണ് കാണിക്കുന്നത്? ഈ വികൃതികളെല്ലാം ഈശ്വരനുണ്ടോ എന്ന് ചോദിക്കണ്ടേ? എന്തിനും സുഷുപ്തി വരെ പോകണം? അപ്പൊ അതൊന്നും ഈശ്വരനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അവിടെ ജ്ഞാതൃജ്ഞേയ ഭേദം ഇല്ലല്ലോ. ഇല്ല. ആരെ സംബന്ധിച്ച്? ജീവനെ സംബന്ധിച്ച് അവിടെ ജ്ഞാതൃജ്ഞേയ ഭേദങ്ങളൊന്നുമില്ല. ജീവനെ സംബന്ധിച്ചാണ് പറയുന്നത് എന്താണ്? ജ്ഞാതൃജ്ഞേയ ഭേദങ്ങളില്ലെന്ന്. അതേസമയം ഈശ്വരന് സർവജ്ഞനായിരിക്കുന്നതിന് ജീവന്റെ ജ്ഞാതൃജ്ഞേയ ഭേദങ്ങളുടെ ആവശ്യമില്ല. ജീവന് എന്തെങ്കിലും അറിയുന്നതാണ്. ഇപ്പൊ നമ്മൾ ലോകത്തെ അറിയുന്നു, ഈശ്വരനെ കുറിച്ച് അറിയുന്നു, ബ്രഹ്മത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇവിടെയെല്ലാം ജ്ഞാതൃജ്ഞേയ ഭേദത്തോടു കൂടിയെന്നാണ്. എന്തുകൊണ്ടിങ്ങനെ വരുന്നു? ഇതിന് നമ്മൾ ഒരുപാട് ഉപാധികളെ ആശ്രയിക്കുന്നു. നമ്മുടെ കർണങ്ങളെ ആശ്രയിക്കുന്നു, ശരീരത്തെ ആശ്രയിക്കുന്നു, മനസ്സ്, ബുദ്ധി തുടങ്ങിയ പല കാര്യങ്ങളെ ആശ്രയിക്കുന്നു. ഇതുപോലെയാണോ ഈശ്വരൻ സർവജ്ഞനായിരിക്കുന്നത്? ഈശ്വരനെ കുറിച്ച് എന്താണ് പറയുന്നത്? കണ്ണില്ലാതെ കാണുന്നവനാണ്, ചെവിയില്ലാതെ കേൾക്കുന്നവനാണ്. അപ്പൊ നമ്മുടെ സങ്കല്പത്തിലുള്ള ജ്ഞാതൃജ്ഞേയ ഭേദങ്ങളെല്ലാം കേവലം നമ്മൾ ഈ ജീവനിൽ മാത്രം കണ്ടാൽ മതി. ഈശ്വരന്റെ സർവജ്ഞത എന്താണെന്ന് അല്പനായിരിക്കുന്ന ഈ ജീവന് അവന്റെ ബുദ്ധി കൊണ്ടൊന്നും ഒരിക്കലും ഗ്രഹിക്കാൻ പറ്റത്തില്ല. നമുക്ക് ചിന്തിച്ചോ ഒന്നും മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളല്ല, അത് സാധ്യമല്ല. ജീവൻ ഒരിക്കലും പറഞ്ഞല്ലോ, ഇവിടെ പറയുന്നു വിശ്വൻ വൈശ്വാനരൻ. ജീവൻ വിശ്വനായിരിക്കാം, പക്ഷെ അവന് വൈശ്വാനരനാകാൻ സാധ്യമല്ല. ജീവന് തൈജസ്സനായിരിക്കാം, പക്ഷെ അവന് ഹിരണ്യഗർഭനാകാൻ സാധ്യമല്ല. അവന് പ്രാജ്ഞനായിരിക്കാം, പക്ഷെ അവ്യാകൃതൻ അന്തര്യാമിയാകാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? ജീവൻ അതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം അവന് സംഭവിക്കണം. അത് സാധിക്കുന്നുണ്ടോ? സർവജ്ഞത്വവും സർവേശ്വരത്വവും ജീവനിൽ എപ്പോഴെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. അവന് പരമാവധി അവൻ എന്താണ് ഇവിടെ പറയുന്നത്? ഇതിനെല്ലാം നിഷേധിച്ചിട്ട്
ഈ ഭാവങ്ങൾക്കെല്ലാം അപ്പുറമുള്ള തുര്യത്തെ അവനെ ബോധിപ്പിക്കുകയാണ്. അല്ലാതെ അവനെ ഒരിക്കലും ജീവനെ ഈശ്വരനാക്കുകയല്ല ചെയ്യുന്നത്. ശാസ്ത്രം ബോധിപ്പിക്കുന്നത്, ഗുരു ബോധിപ്പിക്കുന്ന അതല്ല. നിനക്ക് ഈശ്വരനാകാം, ഈശ്വരനായി സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്യാമെന്നല്ല പറയുന്നു. ഈശ്വരനായിക്കഴിഞ്ഞാൽ അത് സംഭവിക്കണം. സൃഷ്ടിസ്ഥിതി സംഹാരത്വം എല്ലാം തന്നെ വരണം. അതൊരിക്കലും സാധ്യമല്ല. എന്തുകൊണ്ട്? അവൻ സൃഷ്ടിയിൽപ്പെട്ടുപോയി. പിന്നെ അവനെങ്ങനെ സൃഷ്ടികർത്താവാകാൻ പറ്റും? അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ഞാൻ ഈശ്വരനാണെന്നല്ല എന്റെ അർത്ഥം. താൻ ജീവൻ തന്നെയാണ്. അദ്വൈതത്തിലും അത് പറയുന്നില്ല നീ ഈശ്വരനാകും. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് ആ അവ്യാകൃതാവസ്ഥയിൽ, അതിനോട് ഏകീഭൂതമായിരിക്കുന്ന അവസ്ഥയിൽ ജീവൻ അവന്റെ ജാഗ്രത സ്വപ്ന ഭാവങ്ങളെല്ലാം വിട്ടിട്ട് ആ ബീജഭാവത്തെ വിടാതെ അവിടെ ഇരിക്കുന്നു. വീണ്ടും തിരിച്ചു വരും. ഇതിനെല്ലാം അറിഞ്ഞ് ഇതെല്ലാം ചെയ്യിച്ചുകൊണ്ട് ഈശ്വരൻ നിലനിൽക്കുന്നു. അപ്പൊ ഈശ്വരൻ സർവേശ്വരനായി സർവജ്ഞനായി സദായിരിക്കുന്നു. ജാഗ്രതത്തിലും സ്വപ്നത്തിലും സൃഷ്ടിയിലും എല്ലാം ഈശ്വരൻ അങ്ങനെ തന്നെ ഇരിക്കുന്നു. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് എന്തുകൊണ്ട് എടുത്തു പറഞ്ഞു യേശ സർവജ്ഞ യേശ സർവേശ്വര എന്ന്? കാരണം ഇത് കാരണാവസ്ഥയായതുകൊണ്ട് പറഞ്ഞു. അടുത്ത് വരുന്ന സ്വപ്ന ജാഗ്രതകൾക്ക് കാരണമായതുകൊണ്ട് അവിടെ പറഞ്ഞു. അത് മാത്രമല്ല, ജീവനെ സംബന്ധിച്ചിടത്തോളം സുഷുപ്തിയിൽ അവൻ പൂർണ്ണനായും അജ്ഞനായിത്തീരുന്നു. ഈശ്വരൻ ഇവിടെ അജ്ഞനായി തീർന്നാൽ പിന്നെ ജീവൻ ഇങ്ങോട്ട് ഉണർന്നു വരാൻ പറ്റത്തില്ല. ആരുണർത്തും? അപ്പോൾ ഉണർവിനെയും ഉറക്കത്തെയും എല്ലാം കണ്ട് അറിഞ്ഞ് നിയന്ത്രിച്ചുകൊണ്ട് സർവേശ്വരനായി ഈശ്വരൻ നിലനിൽക്കുന്നു. അതിന് ഈശ്വരന് ജീവന്റേതായ ജ്ഞാതൃജ്ഞേയ ഭേദങ്ങളൊന്നും വേണ്ട. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അദ്വൈതത്തിൽ ഒരു ഭാഗത്തും ജീവൻ ഈശ്വരനാണെന്ന് പറയുന്നില്ല. ജീവൻ എന്തെങ്കിലും അഭ്യാസം കാണിച്ച് ഈശ്വരനാകാൻ പറ്റുമെന്നും പറയുന്നില്ല. അദ്വൈതത്തിൽ ഇത്രേ പറയുന്നുള്ളൂ. എന്താണ്? സർവ ഉപാധി വിനിർമുക്തമായ ഒരു പാരമാർത്ഥികമായ അവസ്ഥ ഈ ജീവനുണ്ട്. അത് മാത്രമേ അവനെ ബോധിപ്പിക്കുന്നുള്ളൂ. അതിനെ ബ്രഹ്മമെന്നോ തുര്യമെന്നോ ഉള്ള ശബ്ദങ്ങളുകൊണ്ട് പറയുന്നു. അതിനപ്പുറം ഒന്നും അദ്വൈത സിദ്ധാന്തത്തിൽ പറയുന്നില്ല. അഹം ബ്രഹ്മാസ്മിക്ക് അങ്ങനെ ഒരു അർത്ഥമില്ല. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് പിന്നീട് വന്ന പല ഇതിലും എന്താണ് അത് ലക്ഷണയിലൂടെ ഗ്രഹിക്കണം, ലക്ഷണാവൃത്തിയിലൂടെ ബോധിക്കണം. ഉപാധികളെ നിരാകരിച്ചിട്ട് ശേഷിക്കുന്നതാണ് ജഹൽ ലക്ഷണ ജഹൽ ലക്ഷണ ജഗത ജഹൽ ലക്ഷണ എന്നൊക്കെ പറഞ്ഞ് ചില സാങ്കേതിക പ്രക്രിയകളിലൂടെയൊക്കെ അത് ബോധിപ്പിക്കുന്നതിന്റെ താല്പര്യം അതാണ്. നമുക്കൊരിക്കലും ഭ്രമം വരാതിരിക്കാനാണ്. എന്താണ്? നീ ഈശ്വരനാണ് എന്ന് ബോധിപ്പിക്കുന്നു എന്നൊരു ഭ്രമം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അത് രണ്ടും രണ്ടാണ്. ഈശ്വരൻ എന്താണെന്നോ ഈശ്വരന്റെ സർവജ്ഞത എന്താണെന്നോ ഈശ്വരന്റെ സർവശക്തിത്വം എന്താണെന്നോ ഒന്നും ഒരിക്കലും ജീവൻ അവന്റെ ഈ അല്പമായ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു ശാസ്ത്രം ശ്രമിക്കുന്നില്ല. അവിടെ ചില ശബ്ദങ്ങൾ മാത്രം ഉപയോഗിക്കുന്നേ ഉള്ളൂ. അതെങ്ങനെ? അത് തന്നിൽ നിന്നും വിലക്ഷണമായ ഒന്നാണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്നേ ഉള്ളൂ. അതിനുവേണ്ടിയാണ് ഇവിടെയും പറയുന്നത്. എന്താണ്? യേശ സർവേശ്വര യേശ സർവജ്ഞ എന്നെല്ലാം പറയുന്നതാണ്. അതിന് രണ്ടിനെയും രണ്ടായി തന്നെ യാതൊരു സംശയത്തിനും ഇട കൊടുക്കാതെ മനസ്സിലാക്കണം. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ആ പ്രാജ്ഞൻ ആനന്ദഭുക്കായി സ്ഥിതി ചെയ്യുന്നു. ആ പ്രാജ്ഞൻ ആനന്ദഭുക്കായി സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതാണ് ഈശ്വരന്റെ അവസ്ഥ എന്നും നമ്മൾ ധരിച്ചു കളയുന്നു. നമ്മുടെ അവസ്ഥ അതാണെന്ന് നമുക്ക് ഊഹിക്കാം. കാരണം ഈ ആയാസങ്ങളൊന്നുമില്ലാതെ അവിടെ നമുക്കൊരു സ്വസ്ഥത ശാന്തി കൈവരുന്നുണ്ട്. അതാണ് മൂന്ന് തരത്തിലുള്ള നമ്മുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. വിശ്വഹി സ്ഥൂലഭും നിത്യം
തൈജസ പ്രവിവിക്തഭുക് ആനന്ദഭുക് തഥാ പ്രജ്ഞ യഥാ ഭോഗം നിബോധത സ്ഥൂലം തർപ്പയതേ വിശ്വം പ്രവിവിക്തം തു തൈജസം ആനന്ദശ്ച തഥാ പ്രജ്ഞം ത്രിധാ തൃപ്തിം നിബോധത. അപ്പൊ ഈ ജീവൻ ഇങ്ങനെ ഈ മൂന്നവസ്ഥയിലേക്ക് മാറി മാറി ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നു. അതെന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് അടുത്ത് പറയുന്നത്. ജീവൻ ഇതൊന്നും ഇല്ലാതെ അങ്ങ് സ്വസ്ഥമായിട്ടിരുന്നാൽ പോരെ, ആ തുരീയനായി തന്നെ നിലനിന്നാൽ പോരെ. ഇതിലേക്കെല്ലാം എന്തുകൊണ്ട് ഒന്ന് ചാടുന്നു? അതിന് സമാധാനമാണ് പറയുന്നത്. സ്ഥൂലം തർപ്പയതേ വിശ്വം. ഈ വിശ്വന് എന്ന് പറഞ്ഞാൽ ഈ വിശ്വൻ നമ്മുടെ അയൽക്കാരനാണെന്ന് ചിന്തിച്ചു കളയരുത്. തന്നെ കുറിച്ചാണ് പറയുന്നതെന്ന് ചിന്തിക്കുന്നത്. ഉണർന്നിരുന്ന് ഈ പറയുകയും കേൾക്കുകയും ചെയ്യുന്നവനെ കുറിച്ചാണ് ഈ പറയുന്നത് വിശ്വൻ. ഈ ഉണർന്നിരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നവൻ, പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ, ഈ ഭാവം, ജീവന്റെ ഈ അവസ്ഥ അവനെ എന്ത് ചെയ്യുന്നു? ഈ സ്ഥൂലം ഇതവനെ തൃപ്തിപ്പെടുത്തുന്നു എന്നാണ്. എന്നുവെച്ചാൽ അവൻ ഇതിൽ ആനന്ദം കണ്ടെത്തുന്നു എന്നാണ്. അപ്പോൾ ഉണർന്നിരുന്ന് ഇതെല്ലാം അറിഞ്ഞ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവന് ആനന്ദമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ചോദിക്കും, ഇവിടെ ദുഃഖമുണ്ടല്ലോ, പിന്നെ ഇത് ആനന്ദമെന്ന് എങ്ങനെ പറയാൻ പറ്റും? പിന്നെ ഇത് തർപ്പയതേ, സന്തോഷിക്കുന്നു, അവനെ സന്തോഷിപ്പിക്കുന്നു ഇതെല്ലാം എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? മൊത്തത്തിൽ ഇത് സന്തോഷമാണ് ആകെ നോക്കിയാൽ. എന്തുകൊണ്ടാണ്? കാരണം ഇവൻ ഒരു നിലയിൽ നിന്ന് വേറൊരു നിലയിലേക്ക് ചാടുന്നത് മറ്റെന്താ കാരണം? കാരണം നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഏത് വസ്തുവായാലും ശരി, കുറച്ചു കഴിയുമ്പോൾ അത് മടുപ്പിക്കും. അതിന്റെ അർത്ഥം അത് സന്തോഷിപ്പിച്ചില്ല എന്നല്ല. പാൽപ്പായസം നിരന്തരം കുടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് മടുപ്പ് പോകും. അപ്പോൾ ഇനി മറ്റെന്തെങ്കിലും പായസം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും. ജീവൻ ഇത് തന്നെ ചിന്തിക്കുന്നു. അവനെ ഈ ജാഗ്രത, ഈ ഉണർവ് അവനെ വാസ്തവത്തിൽ സന്തോഷിപ്പിക്കുന്നു. ഇതിലെ സുഖവും ദുഃഖവും അനുകൂലവും പ്രതികൂലവും ജയവും പരാജയവും നന്മയും തിന്മയും ധർമ്മവും അധർമ്മവും ഇതെല്ലാം അവനിഷ്ടമാണ്. മൊത്തത്തിലിത് അവന് താല്പര്യമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് അവൻ ഇതിലേക്ക് വീണ്ടും വീണ്ടും വരുന്നത്. ഇത് മാത്രമല്ല, അതുപോലെ തന്നെ പ്രവിവിക്തം തൈജസം. അവൻ ആ തൈജസ ഭാവത്തിലേക്ക് പോയി അവിടെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നവന് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അവൻ വീണ്ടും അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കും. ഇതുകൊണ്ട് അവൻ തൃപ്തനായി ശരി ഇത് മതി, ആപ്തകാമനാവുന്നു. ആപ്തകാമനാവണമെങ്കിൽ അവൻ ഈ ഉണർവിൽ നിന്നും തുര്യത്തിലേക്ക് ഉണരണം. അപ്പോൾ അവൻ ആപ്തകാമനാവും. പിന്നെ അവന് ഈ അവസ്ഥകളിൽ നിന്നുള്ള തൃപ്തി അവൻ പിന്നെ കാക്ഷിക്കത്തില്ല. ഇല്ലെങ്കിൽ അവനെന്ത് ചെയ്യുന്നു? അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അവിടെ പോയി ആ സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു. അവനെ സഹായിക്കുന്നതിന് വേണ്ടി, അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടി അതിന്റെ പിന്നിൽ ആളുമുണ്ട്. സർവാന്തര്യാമിയായ ഈശ്വരന്റെ നിയമങ്ങൾ തന്നെ അവനെ സഹായിക്കുന്നുണ്ട് പോകുന്നതിന്. അല്ലാതെ അവൻ സ്വയം ശക്തനല്ല. ആഗ്രഹിച്ചാൽ നമുക്ക് ചന്ദ്രനിൽ പോകണം എന്നാഗ്രഹിക്കാം, പക്ഷെ നമുക്കതിനുള്ള ശക്തിയില്ല. അതിന് ശക്തി മറ്റേതെങ്കിലും തരത്തിൽ ഉണ്ടാക്കണം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മൾ സഹായിക്കണം. ഇവിടെ സഹായിക്കുന്നതിനുള്ള നിയമവ്യവസ്ഥകളെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷെ അവനെന്ത് ചെയ്യുന്നു? ഇത് സന്തോഷമാണെന്ന് കരുതി ഇവിടെ ഇരിക്കുന്നു. കുട്ടികളെ പോലെ ഒരു കളിക്കോപ്പ് വെച്ച് കുറച്ച് സമയം കളിക്കുന്നു, അവനതിനെ വലിച്ചെറിയുന്നു, വേറെ നടക്കുന്നു.
വലിച്ചെറിഞ്ഞതിനർത്ഥം അത് അവനെ സന്തോഷിപ്പിച്ചില്ലെന്നാണോ? അല്ല, അവനെ സന്തോഷിപ്പിച്ചു. പക്ഷെ അവന് അതിൽ ഒതുങ്ങി നിൽക്കാൻ പറ്റുന്നില്ല. വേറൊന്നെടുക്കുന്നു, പിന്നെ അതിനെ വലിച്ചെറിയുന്നു. അങ്ങനെ പലതും വലിച്ചെറിഞ്ഞിട്ട് അവൻ കളി മതിയാക്കുന്നു. അതാണ് ആനന്ദസ്യ തഥാ പ്രാജ്ഞ. അതിലേക്ക് പോകുന്നതും അവൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ്. സുഷുപ്തിയിലെ ആ ആനന്ദത്തെ, സ്വസ്ഥതയെ സ്മരിച്ചിട്ട് അതിനു വേണ്ടി തന്നെയാണ് അവൻ പോകുന്നത്. അതിനവൻ സർവജ്ഞനും സർവശക്തനും ഒന്നും അല്ലെങ്കിലും അതവൻ ആഗ്രഹിക്കുന്നുണ്ട് ജീവൻ. അപ്പൊ ജീവൻ ഉണർവിലിരിക്കുമ്പോൾ ഈ ഉണർവ് അവനെ തൃപ്തിപ്പെടുത്തുന്നു. ഈ വിഷയങ്ങളും അവന്റെ മനസ്സും ചേർന്ന് ഉണ്ടാക്കുന്ന ഈ വിഷയാനുഭവങ്ങൾ എന്തായാലും ശരി, അത് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലേ? മധുരം ഇഷ്ടപ്പെടുന്ന പോലെ തന്നെയാണ് നമ്മൾ കയ്പും ഇഷ്ടപ്പെടുന്നത്. രണ്ടും ഇഷ്ടപ്പെടുന്നുണ്ട്. കയ്പെന്ന് പറയുന്നത് മധുരത്തിന് നേരെ വിരുദ്ധമാണ്, ഒരു ബന്ധമില്ലാത്തതാണ്. എന്നാലും അതിനും നിലനിൽക്കുന്നുണ്ടൊരിഷ്ടം. അതുപോലെ ഈ ജാഗ്രതത്തിലേക്ക് വരിക, ഇവിടെയുള്ള എല്ലാം അനുഭവിക്കുക, അത് ജീവന് തൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്. അതാണ് സ്ഥൂലം തർപ്പയതേ വിശ്വം എന്ന് പറഞ്ഞത്. അവൻ ഈ വിശ്വഭാവത്തിലിരിക്കുമ്പോൾ അവന്റെ ഒരു വിശേഷതയാണ്, ഒരു സ്വഭാവവിശേഷതയാണ്. എന്നിട്ട് അവിടെ അത് കുറച്ച് മതിയാകുമ്പോൾ, അത് വിരസമായി തോന്നുമ്പോൾ അവനെന്ത് ചെയ്യുന്നു? നേരെ തൈജസൻ സ്വപ്നത്തിലേക്ക് പോകും, അല്ലെങ്കിൽ സുഷുപ്തിയിലേക്ക് പോകും. അല്ലെങ്കിൽ പറയാം, നമുക്ക് സുഷുപ്തിയിൽ നിന്ന് ഇവൻ മാറി മാറി രണ്ടിലേക്കും പോകുന്നു, തിരിച്ച് സുഷുപ്തിയിലേക്ക് പോകുന്നു എന്ന് പറയാം. അങ്ങനെയും പറയാം. വിശ്രമത്തിൽ നിന്നാണല്ലോ നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് വീണ്ടും വിശ്രമത്തിലേക്ക് തിരിച്ചു മടങ്ങി വരുന്നു. അതുപോലെ ഇവിടെ സംഭവിക്കുന്നു. അതിന് അവസാനം പറഞ്ഞ് ആനന്ദസ്യ തഥാ പ്രാജ്ഞ. പ്രാജ്ഞനായിരിക്കുമ്പോൾ അവനെന്താണ് അവിടെ ആ അവസ്ഥയിലേക്ക് അവൻ ആകർഷിക്കുന്നത്? എന്താണ്? അവിടുത്തെ സ്വസ്ഥത, ശാന്തി, സുഖം, സമാധാനം. ആ ഒരു സമാധാനം ഉണ്ടെന്നിരുന്നുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചാലും കിട്ടത്തില്ല. ഉണർന്നിരിക്കുമ്പോൾ നമുക്ക് സമാധാനം, ആനന്ദം വേണമെങ്കിൽ ഒന്നുകിൽ വിഷയത്തിലേക്ക്, അനുകൂലമായ വിഷയത്തിലേക്ക് മുഴുകി തന്നെ മറക്കണം. അതല്ലെങ്കിൽ അനുകൂല പ്രതികൂലങ്ങളിൽ നിന്നും മാറി മനസ്സിന് സമനിലയിൽ നിർത്തണം. ഈ രണ്ടു വഴികളേ ഉള്ളൂ ഇവിടെ. ഉണർന്നിരിക്കുമ്പോൾ ആനന്ദത്തിന്, സമാധാനത്തിന്, ശാന്തി. രണ്ടിനായാലും അവിടെ പ്രയത്നം ആവശ്യമാണ്. മനസ്സ് പ്രവർത്തിക്കണം, കർണങ്ങൾ പ്രവർത്തിക്കണം, ശരീരം കൊണ്ട് പ്രവർത്തിക്കണം. പക്ഷെ ഈ യത്നങ്ങളൊന്നും കൂടാതെ സഹജമായ ആനന്ദം, യത്നങ്ങളെല്ലാം അവസാനിച്ചാൽ കിട്ടുന്ന ആനന്ദം, അത് ഉറക്കത്തിൽ കിട്ടും. അപ്പോൾ യത്നങ്ങൾ കൂടാതെയുള്ള ആനന്ദത്തെ അവൻ ആഗ്രഹിക്കുന്നു. ജാഗ്രതത്തിലും ആഗ്രഹിക്കും, സ്വപ്നത്തിലും ആഗ്രഹിക്കും. അപ്പോൾ അവൻ അവിടേക്ക് പോകും. ഇത് ശരിക്കും അവന്റെ ആഗ്രഹവും അവന്റെ ഇച്ഛയും കൊണ്ട് ബോധപൂർവം അവൻ സൃഷ്ടിക്കുന്നതല്ല. ഇത് ഒരു തെന്നി വീഴലാണ്. ഒരവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥയിലേക്ക് അവൻ തെന്നിപ്പോവുകയാണ്. അവന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിന് അപ്പുറം സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ അതവൻ ആഗ്രഹിക്കുന്നു, അവനവിടെ എത്തിച്ചേരുന്നുണ്ട്. ഇങ്ങനെ മൂന്ന് തരത്തിൽ ഉള്ള തൃപ്തിയെ ഈ ജീവൻ അനുഭവിക്കുന്നു. ആ അനുഭവത്തിന്റെ സ്മരണ അവനിലുണ്ട്. അതവന് വീണ്ടും അനുഭവിക്കുന്നതിന് പ്രേരണ കൊടുക്കുന്നു. അതുകൊണ്ട് ഈ ജീവൻ ഈ മൂന്ന് തലത്തിൽ, മൂന്ന് തട്ടിൽ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്ന് സ്ഥലത്തും സന്തോഷമുണ്ട്. ഇതിനാണ് സംസാരം എന്ന് പറയുന്നത്. നമ്മൾ ജീവന്റെ സംസാരത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? ജനനവും മരണവും, വീണ്ടും ജനിക്കുക മരിക്കുക എന്നുള്ളതാണ്. അത് സ്ഥൂലമായി പറയുന്ന സംസാരമാണ്. വാസ്തവത്തിൽ സംസാരം സൂക്ഷ്മമായി പറയേണ്ട സംസാരം ഏതാണ്? കുറച്ചുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ജാഗ്രത, സ്വപ്ന, സുഷുപ്തികളിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്.
അതാണ് ഈ സംസാരത്തിനുള്ളിലെ സംസാരം. അതാണ് പ്രധാനം. അതാണ് ഈ ജീവനെ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ 3 തരത്തിലുള്ള തൃപ്തി ഈ ജീവൻ ഈ 3 തരത്തിൽ സദാ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിനാണ് നമ്മൾ ജീവിതമെന്ന് പറയുന്നത്. അതിൽ നിന്ന് മാറി വരുന്ന ഒന്നാണ് മരണം. ജാഗ്രത, സ്വപ്ന, സുഷുപ്തികൾ, ഈ 3 അവസ്ഥകളിൽ നിന്ന് വ്യത്യസ്തമായി ജീവൻ അനുഭവിക്കേണ്ടി വരുന്ന ഒന്നാണ് മരണം. ഒരു ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരുന്നതാണ് ഇത് 3. ഒരു മരണത്തിന് ശേഷം മറ്റൊരു ജന്മം വരുന്നു, അവിടെയും ഇത് 3 വീണ്ടും അനുഭവിക്കേണ്ടി വരും. മരണത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ് പ്രാണലയം എന്ന് പറയുന്ന ഭാഗമെന്നപ്പോൾ അത് ചർച്ച ചെയ്തു. ഈ 3 കാര്യങ്ങളെക്കുറിച്ചും പറയുന്നത് എന്താണ്? വിശ്വ തൈജസ പ്രാജ്ഞന്മാർക്ക് ഈ ജാഗ്രത, സ്വപ്ന, സുഷുപ്തികളിൽ സുഖം തന്നെയാണ്, തൃപ്തി തന്നെയാണ്. മൊത്തം നോക്കിക്കഴിഞ്ഞാൽ സുഖദുഃഖങ്ങളെല്ലാം ഉണ്ടെങ്കിലും അത് തൃപ്തി തന്നെയാണ്. അതൃപ്തമായതുകൊണ്ടാണ് അവൻ വീണ്ടും അവിടേക്ക് പോകുന്നത്. ഇത് അതൃപ്തമാണെന്ന് തോന്നിക്കഴിഞ്ഞാലോ അവന്റെ ഈ വിശ്വ തൈജസ ഭാവങ്ങളെ ഉപേക്ഷിക്കും. ഇത് സഹജമായ കാര്യത്തെയാണ് ഇവിടെ ബോധിപ്പിച്ചത്. എന്താണിത്? ഇത് തൃപ്തിയാണ്. ഇതിന് ശാസ്ത്രം പഠിക്കേണ്ട കാര്യമില്ല, ഗുരുവിന്റെ അടുത്ത് പോകേണ്ട കാര്യമില്ല, ഒന്നുമില്ല. തൃപ്തിയാണെന്ന് അറിയേണ്ട കാര്യം കൂടിയില്ല. അവൻ സ്വയം ഇതിലിങ്ങനെ മാറി മാറി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതൊരു നിയമമാണ്. എന്തുകൊണ്ട്? ഇത് തൃപ്തമാണ്, ഇതവന് തൃപ്തിയെ കൊടുക്കുന്നു, അതുകൊണ്ട് അവൻ വീണ്ടും അവിടേക്ക് പോകുന്നു. ഒന്നിൽ നിന്ന് മാറി മറ്റൊന്നിലേക്ക് പോകുന്നു. ഇത് തൃപ്തിയല്ല, ആത്യന്തികമായ തൃപ്തി ഇതിലല്ല എന്നവന് ബോധ്യപ്പെട്ടാലോ അവൻ ഈ ഉണർവിനെ വിട്ട് തുരീയ ബോധത്തിലേക്ക് ഉണരും. ഉറങ്ങാത്ത, സ്വപ്നം കാണാത്ത ആ ഉണർവിലേക്ക് അവൻ ഉണരും. ഉറങ്ങാത്ത, സ്വപ്നം കാണാത്ത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ എടുക്കരുത്. ആ തത്വത്തെക്കുറിച്ച് അവിടെ പറയുകയാണ്. ഉദയ അസ്തമയങ്ങളില്ലാത്ത പ്രകാശം എന്ന് പറയുന്നത് ആ ഒരു ഉണർവിലേക്ക് അവൻ ഉണരുന്നു. അതെങ്ങനെയാണ്, എപ്പോ, ഏത് രീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം വിശദീകരിക്കാൻ പറ്റിയതല്ല. അതിന്റെ വിശദീകരണങ്ങൾ ഇങ്ങനെയൊക്കെ പറ്റും. ഇങ്ങനെയൊക്കെയാണ് അത് വിശദീകരിക്കുന്നത്. ഇതിനപ്പുറം അതിന് വാക്കുകൾ കൊണ്ട് അതിന് വിശദീകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഈ തൃപ്തിക്ക് അതീതമായ ഒരവസ്ഥയുണ്ട് എന്ന് ബോധിപ്പിക്കാനാണ് ഈ 3 തരത്തിലുള്ള തൃപ്തിയെക്കുറിച്ചിവിടെ പറയുന്നത്. സ്ഥൂലം തർപ്പയതേ വിശ്വം പ്രവിവിക്തം തു തൈജസം ആനന്ദശ്ച തഥാ പ്രാജ്ഞം ത്രിധാ തൃപ്തിം നിബോധത ത്രിഷുധാമസു യദ്ഭോജ്യം ഭോക്തായശ്ച പ്രകീർത്തിത വേദേതദുഭയം യസ്തു സഭുഞ്ചാനോ ന ലിപ്യത്തെ. ഈ 2 കാര്യങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ പ്രയോജനത്തെക്കുറിച്ച് പറയുകയാണ്. ഇത് അറിയുന്നതുകൊണ്ടുള്ള പ്രയോജനം. ത്രിഷുധാമസു ജാഗ്രതാദിഷു സ്ഥൂല പ്രവിവിക്ത ആനന്ദാഖ്യം ഭോജ്യമേകം ത്രിതാഭൂതം. ഇവിടെ ഈ 3 ധാമങ്ങളിൽ, 3 തലങ്ങളിൽ, 3 അവസ്ഥകളിൽ, അല്ലെങ്കിൽ ഇതിനെ 3 നിലയുള്ള ഒരു വീടിനോട് ഉപയോഗിക്കാം. അതിന്റെ അകത്തുകൂടി ഒരാൾ ഈ 3 നിലയിലേക്ക് മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിലയിലും അയാൾക്ക് അനുഭവയോഗ്യങ്ങളായിരിക്കുന്ന വിഭിന്നമായ വിഷയങ്ങളാണ്. അത് വിഭിന്നങ്ങളാണെങ്കിലും പരമാർത്ഥത്തിൽ ഒന്നാണ്. ഈ 3 ധാമങ്ങളിൽ എന്താണ്? അതെല്ലാം വിഷയങ്ങളാണ്, ഭോജ്യമാണ്, അനുഭവയോഗ്യങ്ങളാണ്. 3 തരത്തിലും ഇരിക്കുന്നത് അനുഭവയോഗ്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം ഒന്ന് തന്നെ.
ഈ ജാഗ്രതത്തിന് അനുഭവയോഗ്യമായിരിക്കുന്ന എന്താണോ നമ്മുടെ മനസ്സുകൊണ്ട് ഗ്രഹിക്കുന്നത്, ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടി ഗ്രഹിക്കുന്നത്, നമ്മൾ ചിന്തിച്ചറിയുന്നത്, ഇതെല്ലാമാണ് ഇവിടുത്തെ ഭോഗ്യവസ്തുക്കൾ. ഭൗതികവും ആത്മീയവും എല്ലാം ഇവിടെ നമുക്കെല്ലാം ഭോഗ്യമായിരിക്കുകയാണ്. ബാഹ്യമായ ഹേയങ്ങളെന്ന് നമ്മൾ കൽപ്പിക്കുന്ന വിഷയങ്ങൾ മാത്രമല്ല, അതായത് ഉപേക്ഷിക്കേണ്ടതാണെന്ന് കരുതുന്ന വിഷയങ്ങൾ മാത്രമല്ല, ഇവിടെ നമ്മൾ എന്തെല്ലാം ചിന്തിക്കുന്നോ അതെല്ലാം നമ്മുടെ ഭോഗ്യങ്ങളാണ്. ഈശ്വരനെക്കുറിച്ച് ചിന്തിച്ചാൽ, ആത്മാവിനെക്കുറിച്ച് ചിന്തിച്ചാൽ, ആത്മീയതയെക്കുറിച്ച് ചിന്തിച്ചാൽ, ഭൗതികതയെക്കുറിച്ച് ചിന്തിച്ചാൽ, ഇതെല്ലാം നമ്മുടെ ഭോഗ്യങ്ങളായിരിക്കും. നമ്മുടെ അറിവിന് വിഷയമാകുന്ന സർവവും ഭോഗ്യമാണ്. ഭോഗ്യം എന്ന് പറഞ്ഞാൽ അവിടെ അതിന്റെ അർത്ഥം അതാണ്, നമ്മുടെ അറിവിന് വിഷയമായിരിക്കുന്നു, നമ്മൾ അനുഭവിക്കുന്നു, അതെല്ലാം ഭോഗ്യങ്ങളായി ഇവിടെ ഇരിക്കുന്നു. അതിന്റെ നന്മ തിന്മയോ ധർമാധർമ്മങ്ങളോ ഒന്നും ഇവിടെ വിഷയമല്ല. ഇത് തന്നെ ഇതിനെ സ്ഥൂലമെന്ന് പറയുന്നു, ഉണർന്നിരുന്ന് അറിയുന്നതുകൊണ്ട്. സ്വപ്നത്തിലും ഇതാണല്ലോ സംഭവിക്കുന്നത്. അവിടെയുണ്ട് ഭൗതികവും ആത്മീയവും എല്ലാം അവിടെയുണ്ട്. അപ്പൊ അവിടെയുണ്ട് അനുഭവ വിഷയങ്ങൾ. അത് പ്രവിവിക്തം, സൂക്ഷ്മമായ വിഷയങ്ങൾ അവിടെയും നിലനിൽക്കുന്നു. സുഷുപ്തിയിലാണെങ്കിലോ സ്വസ്ഥത, അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പോ സങ്കല്പിക്കാൻ പറ്റിയ ഒരാനന്ദം, ഒരു സുഖം, യാതൊരു സംശയമില്ല നമ്മൾ പറയുന്നു. നല്ല ഉറക്കം, നല്ല സുഖം, നല്ല ഉറക്കമാണ്. നല്ല ഉറക്കം അല്ലെങ്കിൽ പറയും ഉറക്കം ശരിയായില്ല, ഉറക്കത്തിൽ ബുദ്ധിമുട്ടി, ഉറക്കത്തിനും വേദനയുണ്ടായിരുന്നു, ഉറക്കത്തിനും ഞാൻ നിലവിളിച്ചു എന്നൊക്കെ പറയും. അവിടെ ഉറക്കമായില്ല. ഉറക്കത്തിനും ജാഗ്രതത്തിനും ഇടയ്ക്കുള്ള അന്തരാളം, അങ്ങനെ ഒന്നിനെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. ഒരുപക്ഷെ അതായിരിക്കും. നല്ല ഉറക്കത്തിൽ എന്താണോ നമുക്കതിന് സുഖമെന്നുള്ള സ്മരണയുള്ളൂ. നല്ല ഉറക്കത്തെക്കുറിച്ച് ആരും ഒരിക്കലും ഞാൻ നല്ലവണ്ണം ഉറങ്ങി, വലിയ ദുഃഖമായിരുന്നു എന്നൊരു അനുഭവം നമുക്കില്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ ഓർക്കാറില്ല. ഉറക്കത്തിലെ ദുഃഖത്തെക്കുറിച്ച് നമ്മൾ ഓർക്കാറുണ്ട്, പക്ഷെ നല്ല ഉറക്കത്തിലെ ദുഃഖത്തെക്കുറിച്ച് ആരും ഓർക്കാറില്ല. അവിടെ എന്താണ്? ആനന്ദമാണ്. അതും അവിടെ അനുഭവ വിഷയമായിരുന്നു. ഇത് മൂന്നാണെങ്കിലും, ജാഗ്രതത്തിലെ അനുഭവം, സ്വപ്നത്തിലെ അനുഭവം, സുഷുപ്തിയിലെ അനുഭവം എന്നിങ്ങനെ മൂന്നാണെങ്കിലും അനുഭവ വിഷയങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം ഒന്നാണ്. അതാണ് ഇവിടെ പറയുന്നത്. നേരത്തെ പറഞ്ഞു എന്താണോ ഇതെല്ലാം, ഭാഷ്യകാരൻ പറഞ്ഞു രണ്ടു തരത്തിൽ, ഇതെല്ലാം ചിത്തസ്പന്ദനങ്ങളാണ്. ഇവിടെ അതാണ് പറയുന്നത്. അതിന് മായയെന്നോ അവിദ്യയെന്നോ രണ്ടു പേര് പറഞ്ഞാലും ഒന്നാണെന്നൊക്കെ ഇവിടെ പറയും. ആ ജീവന്റെ സ്പന്ദനങ്ങളെന്ന് പറയും, അന്തര്യാമിയുടെ സ്പന്ദനങ്ങളെന്ന് പറയും, എല്ലാ രീതിയിലും പറയും. എന്തായാലും ഇതെന്താണോ? ചിത്തസ്പന്ദനങ്ങളാണ് ഇത്. ആ ചിത്തസ്പന്ദനങ്ങളിലാണ് നമ്മൾ തൃപ്തിയെ നേടുന്നത്, ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും. അപ്പോൾ ആ നമ്മൾ അനുഭവിക്കുന്ന ആ തൃപ്തി ആത്യന്തികമായി അതിനെ ഒന്നായി ചിന്തിച്ചാൽ എന്താണ്? ഇത് കേവലം ചിത്തസ്പന്ദനമാണ്. എന്റേതാണോ ഈശ്വരന്റേതാണോ എന്നുള്ള വിവാദത്തിലേക്ക് നമ്മൾ പോകണ്ട. ആരുടേതോ ആയിക്കൊള്ളട്ടെ, ചിത്തസ്പന്ദനമാണ്. ആ നിലയ്ക്ക് അത് ഒന്നാണ്. ഭോജ്യം ഏകം. ഈ അനുഭവ വിഷയമായിരിക്കുന്നത് ഒന്ന് തന്നെയാണ്. നമുക്കറിയാവുന്നതെല്ലാം നമ്മുടേതെന്ന് നമുക്ക് പറയാം. നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മുടെ മനോരഥങ്ങൾ, അതെല്ലാം നമ്മുടേത് തന്നെ. നമുക്കറിയാൻ വയ്യാത്ത ഒരുപാടുണ്ടല്ലോ ഈ പ്രപഞ്ചത്തിൽ. നമ്മളറിയാൻ ശ്രമിച്ചാലും നമുക്കറിയാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്റേതല്ല. പിന്നെ അത് ആരുടേതോ ആണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് അതാണ് ഈശ്വരന്റേത്. നമുക്കല്ലാത്തതെല്ലാം ഈശ്വരന്റേതാണ്. അങ്ങനെ ആയാലും അതെല്ലാം എന്താണോ നമ്മളുടെ അനുഭവത്തിന് വിഷയമായിരിക്കുന്നുകൊണ്ട് ഇതെല്ലാം എന്താണ്? ഏകമാണ്. അപ്പൊ ജാഗ്രത സ്വപ്ന സുഷുപ്തികളുടെ വിഷയങ്ങളെ നമുക്ക് ഒന്നായിട്ടെടുക്കാം. അതാണ് ത്രിഷു ധാമസു യത് ഭോജ്യം. അതൊന്നാണ്.
ഏകം യശ്ച വിശ്വതൈസ പ്രാജ്ഞാഖ്യോ ഭോക്ത ഏകഃ സോഹമിതി ഏകത്വേന പ്രതിസന്ധാന. ഇനി ഇത് അനുഭവിക്കുന്നവനെ കുറിച്ച് ചിന്തിക്കാം. അനുഭവ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം വരാം. ജാഗ്രതത്തിൽ അനുഭവിച്ചത് സ്ഥൂലമല്ലേ, സ്വപ്നത്തിൽ ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത സൂക്ഷ്മമാണല്ലോ, സുഷുപ്തിയിൽ എന്താണെന്ന് നമുക്ക് അറിയാനും കഴിയുന്നില്ല. ഇതെല്ലാം എങ്ങനെയാകും? വസ്തുനിഷ്ഠമായി ചിന്തിച്ചാൽ ഇതെല്ലാം വേറെ വേറെയാണല്ലോ എന്നൊക്കെ പറയാം. പക്ഷേ അനുഭവ വിഷയങ്ങൾ എന്നുള്ള നിലയ്ക്ക് അതിനെ നമുക്ക് ഒന്നായിട്ടെടുക്കാം. ആശയപരമായി അതൊന്നു തന്നെ, വസ്തുനിഷ്ഠമായി അത് വേറെ വേറെ ആണെങ്കിലും അതിനെ ഒന്നിക്കാം ഒരു തലത്തിൽ. ഇതെല്ലാം അനുഭവ വിഷയമാണെന്നുള്ളതാണ്. പക്ഷേ ഈ അനുഭവിക്കുന്നതിനെ കുറിച്ചോ അവിടെ ഒരു തരത്തിലും വിവാദത്തിനിടയില്ല. എന്തുകൊണ്ട്? ഈ ഉണർവിൽ ഇരുന്ന് പ്രാജ്ഞഭാവത്തിൽ അനുഭവിക്കുന്ന ഞാൻ തന്നെയാണ് മുമ്പ് സ്വപ്നം കണ്ടത്, ഇനി സ്വപ്നത്തിലേക്ക് പോകുന്നത്. സോഹം എന്നുള്ള ഈ അനുസന്ധാനം, ഈ പ്രതിസന്ധാനം, ഇതിനെ ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. അതാണ് സോഹമിത്തി ഏകത്വേന പ്രതിസന്ധാന. ഈ ഞാൻ തന്നെയാണ് ഉറക്കത്തിൽ സുഖത്തെ അനുഭവിച്ചത്. ഇതിനെയും ഒരു ജീവനും തന്നിൽ നിഷേധിക്കാൻ പറ്റത്തില്ല. എനിക്ക് പറയാൻ പറ്റും, ഞാൻ ഉണർന്നിരുന്നപ്പോൾ നീ ഉറങ്ങി, ഞാൻ ഉറങ്ങിയപ്പോൾ നീ സ്വപ്നം കണ്ടു എന്ന് പറയാം. പക്ഷേ എന്റെ ജാഗ്രത, എന്റെ സുഷുപ്തി, എന്റെ സ്വപ്നം അതെല്ലാം എന്റെ തന്നെ സ്വന്തമാണ്. അതിന് വേറെ ആർക്കും യാതൊരു കൈകടത്തലിനും അവകാശമില്ല. എന്തുകൊണ്ട്? സോഹം, ഞാൻ തന്നെയാണ്. ഏകത്വേന പ്രതിസന്ധാന. ഇത് നിർവിവാദമായൊരു സ്ഥാനമാണ്. നിങ്ങൾക്ക് ഈശ്വരനുണ്ടോ ഇല്ലയോ അവിടെ തർക്കിക്കാം, പരലോകമുണ്ടോ ഇല്ലയോ തർക്കിക്കാം, ഈശ്വരൻ സഗുണനാണോ നിർഗുണനാണോ ഇക്കാര്യങ്ങളെല്ലാം തർക്കം വരും. പക്ഷെ സോഹം, ഈ അനുഭവത്തിൽ വിവാദരഹിതമായ എല്ലാ വാദികളും, ഒരിടത്ത് ഭാഷകാരൻ തന്നെ പറയും, ഒരു വാദികൾക്കും ഇതിൽ തർക്കമില്ലാത്ത ഒരു കാര്യമാണ് സോഹം എന്നുള്ള ഈ അനുഭവം. അവൻ തന്നെയാണ് ഞാൻ, സ്വപ്നം കണ്ടവൻ തന്നെയാണ് ഞാൻ, ഉറങ്ങിയവൻ തന്നെയാണ് ഞാൻ എന്ന് ഈ ജാഗ്രതത്തിൽ ഉണർന്നിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഈ അനുഭവം, ഇത് തർക്കവിതർക്കശൂന്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭോക്താവ് ഏകൻ തന്നെയാണ്. വിശ്വതൈസ പ്രാജ്ഞാഖ്യോ ഭോക്ത ഏകഃ. എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമുള്ളത്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ? ഞാൻ എന്നെ മറ്റൊരു രീതിയിലും അറിയരുത്. ഞാൻ സ്വാമിയാണെന്നറിയരുത്, മഠാധിപനാണെന്നറിയരുത്, ബ്രഹ്മചാരിയാണെന്നറിയരുത്, ഗുരുവാണെന്നറിയരുത്, ശിഷ്യനാണെന്നറിയരുത്, മറ്റൊരു തരത്തിലും അറിയരുത്. പുരുഷനാണെന്നറിയരുത്, സ്ത്രീയാണെന്നറിയരുത്. പിന്നെ തന്നെ സോഹമെന്നറിയണം. വിശ്വ തൈജസ പ്രാജ്ഞഭാവങ്ങളിൽ ഭോക്താവായിരുന്നവൻ ഈ ഞാൻ തന്നെയാണ്. എനിക്ക് ഭോഗ്യമായിരുന്നത് എന്താണോ? ഏകമായ എന്റെ തന്നെ ചിത്തസ്പന്ദനങ്ങളാണ്, അല്ലെങ്കിൽ ഈശ്വരന്റെ ചിത്തസ്പന്ദനമാണ്. അടുത്ത് പറയും ഇത് ദേവന്റെ സ്വഭാവമാണെന്ന് പറയും. അത്രയും മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഇതിനെ ഏകമായ ഭോജ്യമായിട്ടറിയണം. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് പരമാവധി ചിന്തിച്ച് ഒരു നിർണയത്തിൽ എത്തിച്ചേരേണ്ട രണ്ട് കാര്യങ്ങൾ: ഞാനെന്ന ഭോക്താവും എന്റെ ഭോഗ്യങ്ങളും. ഇതേ ഉള്ളൂ ഇവിടെ. നിങ്ങൾ എന്തൊക്കെ ആയിരിക്കുന്നു അതെല്ലാം നിങ്ങളുടെ ഭോഗ്യമാണ്. ആരാണോ അതായിരിക്കുന്നത് അവൻ ഭോക്താവ്. ഇതിനെ ഇനി ഒന്ന് മൂന്നാക്കാൻ ഒക്കത്തില്ല. ഈശ്വരനോ ബ്രഹ്മമോ ഇതെല്ലാം ഇവിടെ നിങ്ങളുടെ ഉണർവിലെ നിങ്ങളുടെ ഭോഗ്യങ്ങളാണ്. ഉണർവിലെ നിങ്ങളുടെ സങ്കല്പ വിഷയങ്ങളാണ് ഇതെല്ലാം. അതുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, ഏതു തരത്തിലും നിങ്ങൾക്ക് സങ്കല്പിക്കാം.
പക്ഷേ അതെല്ലാം എന്തായി? ഇവിടെ അതിനെല്ലാം കൂടെ ഒരു പേരാ കൊടുക്കുന്നു, ഭോഗ്യം. നിങ്ങളുടെ അനുഭവ വിഷയം, അനുഭവിക്കുന്നവനും അനുഭവ വിഷയവും, ഇത് രണ്ട്. അടുത്ത് പറയും എന്താണ്? ഇത് രണ്ടും ഒന്ന് തന്നെ. നിന്റെ സ്വഭാവം നിന്നിൽ നിന്ന് വേറെയല്ല. നിന്റെ സ്വഭാവത്തെ നിന്നിൽ നിന്ന് നിനക്ക് വേർതിരിക്കാൻ ഒക്കത്തില്ല. അഗ്നിയുടെ സ്വഭാവമായ ഉഷ്ണത്തെ അഗ്നിയിൽ നിന്ന് വേർതിരിക്കാൻ ഒക്കത്തില്ല. പിന്നെ അഗ്നി എവിടെ? ഉഷ്ണത്തോടുകൂടി ഇരിക്കുന്നതാണ് അഗ്നിയെങ്കിൽ അതുകൊണ്ട് തന്നെ അഗ്നിയിൽ നിന്ന് ഉഷ്ണത്തെ വേർതിരിക്കാൻ ഒക്കത്തില്ല. നിന്റെ ഭോഗ്യമായിരിക്കുന്ന എന്താണ്? നിന്റെ തന്നെ സ്വഭാവമാണ്. എങ്ങനെ നിനക്കതിൽ നിന്ന് അതിനെ വേർതിരിക്കാൻ പറ്റും? ഇതാണ് പരമാർത്ഥ ചിന്ത ഇവിടെ പറയുന്നത്, തത്വചിന്ത. ഭോക്താവായും ഭോഗ്യമായും വേർപിരിഞ്ഞിരിക്കുന്നത് ഏകനായ തുര്യനാണ്. അതാണ് പരമാർത്ഥം. ആ തുര്യ ബോധത്തിൽ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. ഭോക്താവായും ഭോഗ്യമായും നീ പിരിഞ്ഞിരിക്കുന്നു എന്ന് ആ തുര്യ ഉണർവിൽ ഒരാൾക്ക് ഇതിനെ ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മറ്റൊന്നും ഗ്രഹിക്കേണ്ട കാര്യമില്ല. അതാണ് അടുത്ത് പറയുന്നത്. ഭുഞ്ചാനോ ന ലിപ്യതേ. ആ തുര്യൻ ഭോക്താവായും ഭോഗ്യമായും ഇങ്ങനെ പിരിഞ്ഞു നിന്നാലും ഇതവനെ ബന്ധിക്കുന്നില്ല. ഈ ഭോക്തൃഭോഗ്യഭാവം അവന് ബന്ധനത്തെ ഉണ്ടാക്കുന്നില്ല. അവനെന്ത് ചെയ്യുന്നു? തുരീയം എന്ന് പറയുന്ന ഉണർവിൽ നിന്നുകൊണ്ടാണ് അവൻ ഇതിനെ ഗ്രഹിക്കുന്നത്. അതിവിടെ വിശദീകരിക്കുന്നു. സോഹമിത്യേകത്വേന പ്രതിസന്ധാന ദൃഷ്ടത്വ അവിശേഷാച്ച പ്രകീർത്തിത. ആ ഭോക്താവിനെ കുറിച്ച് പറയുകയാണ്. ഭോക്താവിനെ അവൻ യാതൊരു സംശയവും കൂടാതെ ഏകനായി തന്നെ കാണും എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ സങ്കല്പത്തിൽ നമുക്ക് പലതുമുണ്ട്. എന്താണ്? നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ദൃശ്യവും ദ്രഷ്ടാവും എല്ലാം മറഞ്ഞുപോയിട്ട് എന്തോ ഒന്നാണ് തുര്യനെന്ന് പറയും. ദ്രഷ്ടാവും ദൃശ്യവും എല്ലാം മറഞ്ഞു പോകുന്നത് കേവലം സുഷുപ്തി അവസ്ഥയാണ്. അത് തുര്യനല്ല. തുര്യനത് മറഞ്ഞു പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് പറയുന്നു യോ വേദ ഏതദുഭയം ഭോജ്യ ഭോക്തൃതയ അനേകത ഭിന്നം. ഭോജ്യമായും ഭോക്താവായും നാനാരൂപത്തിൽ. എത്ര രൂപത്തിലെന്ന് പറയാൻ വയ്യ. ജാഗ്രതത്തിലൊരു രൂപത്തിലിരുന്ന് അനുഭവിക്കുന്നു, സ്വപ്നത്തിൽ വേറെ രൂപത്തിൽ, സുഷുപ്തിയിലൊന്നും അറിയാതെ അവിടെ തന്നെ അനന്തമായ ഭോഗ്യം. അതുകൊണ്ട് പല രൂപത്തിലിതിങ്ങനെ ഇരിക്കുന്നു. ഇരിക്കുന്നതിനെ നമുക്ക് ചുരുക്കി രണ്ടാക്കാം. താനും തന്റെ വിഷയവും. ഇതിനെ രണ്ടിനെയും അറിയുന്നവൻ സഭുഞ്ചാനോ ന ലിപ്യതേ. അവൻ ഇതിനെല്ലാം അറിഞ്ഞുകൊണ്ടിരുന്നാലും ഈ അറിവുകൾ അവനെ ബന്ധിക്കുന്നില്ല. ആത്യന്തികമായി ഇതറിവാണ്, അനുഭവമാണ്. ജാഗ്രത സ്വപ്ന സുഷുപ്തികളെന്ന് പറയുന്നത് അനുഭവത്തിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. ഒരു ജീവന്റെ അനുഭവമാണ്. ഈ അനുഭവത്തെ അതിന്റെ ശരിയായ നിലയിൽ അറിയുന്നവൻ അവനെ ഈ അനുഭവം ബന്ധിക്കുന്നില്ല. അതിനവന് ഈ അനുഭവത്തെ അവൻ ഒഴിവാക്കേണ്ട കാര്യമില്ല. ഇവിടെ ഈ അനുഭവത്തെ ഒഴിവാക്കി വേറെ അനുഭവത്തെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. നമ്മൾ എന്തിനു വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്? ജാഗ്രതത്തിനെ കളയണം, സ്വപ്നത്തിനെ കളയണം, സുഷുപ്തിയെ കളയണം, എന്നിട്ട് തുര്യനിൽ പോയിരിക്കണം. എന്താണ് അവിടെ സംബന്ധിച്ചിടത്തോളം ഹേയമായി പലതുമുണ്ട്, ഉപാധേയമായി മറ്റൊന്നുണ്ട്. ഇവിടെ എന്താണ് പറയുന്നത്? യോ വേദ ഏതത് ഉഭയം. ഏതൊരുവനാണോ ഇതിനെ ഇങ്ങനെ അറിയുന്നത്, ഭോക്താവായും ഭോഗ്യമായും അറിയുന്നത്, ഇതിനെ സർവത്തെയും, അവൻ പ്രാജ്ഞനല്ല, തൈജസ്സനല്ല, വിശ്വനല്ല, അതെല്ലാം വിട്ടവൻ, മൂന്നവസ്ഥകളെയും വിട്ടു. അവനിതിനെ രണ്ടാക്കി. ഒന്ന് ഭോക്താവ്, ഒന്ന് ഭോഗ്യം.
ഇത് രണ്ടും ഒന്നിന്റെ തന്നെ സ്പന്ദനങ്ങളാണ് എന്നറിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ ആ അറിവിന്റെ പൂർണ്ണതയിൽ നിൽക്കുന്നവൻ, അത് അറിവിന്റെ പൂർണ്ണതയാണ്. അവിടെ നിൽക്കുന്നവന് ഈ അറിവ് ബന്ധിക്കുന്നില്ല. ഭുഞ്ചാനോ എന്ന ലിപ്യതേ എന്നാണ്. ഇവിടെ ഭോഗം എന്ന് പറഞ്ഞാൽ അറിവാണ്, ആത്യന്തികമായി കുടിക്കുകയും തിന്നുകയും ചെയ്യുന്നതല്ല. അതും അറിവിൽ അന്തർഭവിച്ചിരിക്കുന്ന കാര്യമാണ്, കുടിക്കുകയും തിന്നുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ അറിയുന്നവൻ ഈ ഭോഗ്യഭോക്തൃഭാവത്തിൽ ഉണർന്നിരിക്കുന്നവൻ അവനെന്താണ്? ഭുഞ്ചാനോതി നിലിപ്യതേ, അവനെ ഇതൊന്നും ബന്ധിക്കുന്നില്ല. ഈ തുരീയൻ എന്ന് പറയുന്ന, തുരീയം എന്ന് പറയുന്ന ആ ഉണർവ്, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് ചോദിക്കുക, അത് ജാഗ്രതത്തിലാണോ, സ്വപ്നത്തിലാണോ, സുഷുപ്തിയിലാണോ, വിശ്വനാണോ, പ്രാജ്ഞനാണോ, തേജസ്സനാണോ? അതിന് സമാധാനമാണ് ഇവിടെ പറയുന്നത്. അതിൽ ഇതെല്ലാം സംഭവിക്കുന്നു. ജാഗ്രത, സ്വപ്നവും സുഷുപ്തിയും സംഭവിക്കുന്നു. അതിൽ വിശ്വനും തേജസ്സനും പ്രാജ്ഞനും നിലനിൽക്കുന്നു. അതിനെ ഏതായിട്ടും പറയാം, ഏതല്ലെന്നും പറയാം. നിങ്ങൾക്കതിനെ വിശ്വനെന്നോ തേജസ്സനെന്നോ പ്രാജ്ഞനെന്നോ വിളിക്കാം. അല്ല, ഇതിനെ മൂന്നിനെയും നിഷേധിക്കുകയും ചെയ്യാം. ഇതിനെല്ലാത്തിനെയും ഉൾക്കൊള്ളുകയും ഇതിനെല്ലാത്തിനെയും നിഷേധിക്കുകയും ചെയ്യുന്ന സ്ഥാനമാണ് എന്നറിഞ്ഞാൽ എന്താണ്? ഭുഞ്ചാനോ നലിപ്യതേ. അവൻ ഇതിലല്ല, ഇതിനെ ഉൾക്കൊള്ളുന്ന ബോധത്തിലാണ് അവൻ ഉണർന്നിരിക്കുന്നത്. ഭോജ്യസ്യ സർവസ്യ ഏകസ്യ ഭോക്തു ഭോജ്യത്വ. ഇവിടെ ഭോക്താവ് ഏകനാണ്, ഭോജ്യം സർവവും ഏകമാണ്. അപ്പോ ഏകത്വത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഭോക്താവിനെയും ഭോജ്യത്തെയും ഏകമാണെന്ന് പറഞ്ഞ് അവനെ ഏകത്വത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആത്യന്തികമായ ഏകത്വമാണല്ലോ, അതാണല്ലോ അദ്വൈതം എന്ന് പറയുന്നത്. അദ്വൈതത്തെക്കുറിച്ചുള്ള എല്ലാ ഭ്രമത്തെയും വിട്ടിട്ട് അദ്വൈതത്തിൽ വരണം. അദ്വൈതം എന്താണെന്ന് നമുക്കറിയാം, പക്ഷെ അത് അദ്വൈത ഭ്രമങ്ങളാണ്. ഇവിടെ പറയുന്നത് എന്താണ്? ആ അദ്വൈത ഭ്രമങ്ങളെല്ലാം വിട്ടുള്ള അദ്വൈതത്തിലേക്ക്. നഹി യേസ്യോ വിഷയ സത്യേന ഹീയദേവ വർദ്ധദേവ. ഒരു ചെറിയൊരു യുക്തി അവിടെ പറയുകയാണ്. ഇവിടെ ഭോക്താവായിരിക്കുന്നവൻ എന്നുവെച്ചാൽ ഇതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നവൻ, ജാഗ്രത സ്വപ്ന സുഷുപ്തിയിലെ അനുഭവങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നവൻ, അവനെ ഈ വിഷയങ്ങൾക്ക് എങ്ങനെ ബാധിക്കാൻ കഴിയും? കാഴ്ചക്കാരനെ ഈ കാഴ്ചയ്ക്ക് എങ്ങനെ ബാധിക്കാൻ കഴിയും? അത് സാധ്യമല്ലെന്നാണ്. എന്തുകൊണ്ട്? അവനാണ് ഇതിനെല്ലാം നിലനിർത്തുന്നത്. ജാഗ്രതത്തിനെയും സ്വപ്നത്തിനെയും സുഷുപ്തിയും എല്ലാം നിലനിർത്തുന്നത് ഈ ദ്രഷ്ടാവാണ്, ഈ ഭോക്താവാണ്. അപ്പൊ അതിനെ ബാധിക്കാൻ, നശിപ്പിക്കാൻ, അതിനെന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അതിനെ ബന്ധിക്കാൻ ഒന്നും ഇതിന് ശേഷിയില്ല. അതൊട്ട് സാധ്യവുമല്ല. എന്തുകൊണ്ട്? അവൻ ഉണർന്നിരിക്കുന്നു, അറിയുന്നവനായിരിക്കുന്നു. അതാണ് നഹി യസ്യോ വിഷയ സതേന ഹീയതേ വർദ്ധദേവ നഹി അഗ്നി സ്വവിഷയം ദഗ്ധ്വ കാഷ്ടാദി തദ്വത്. അതിനൊരു ലോകത്തിൽ നിന്നൊരു ഉദാഹരണം എടുത്ത് പറയുന്നു. ഏകദേശം സാമ്യതയുള്ള ഒരു ഉദാഹരണം. എന്താണ്? അഗ്നിയുടെ സ്വഭാവമാണ് ദഹിപ്പിക്കുക, അറിവിന്റെ സ്വഭാവമാണ് വിഷയങ്ങളെ പ്രകാശിപ്പിക്കുക. അറിവ് വിഷയങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് ചിലപ്പോൾ സ്വപ്നത്തിലോ, സ്വപ്നമായോ, ജാഗ്രതായോ, സുഷുപ്തിയായോ എല്ലാം അത് പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അഗ്നി ദഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ അഗ്നിയെ എന്തെങ്കിലും ന്യൂനത ഉണ്ടാക്കാൻ അത് ദഹിപ്പിക്കുന്ന വസ്തുക്കൾക്ക് ശേഷിയില്ല. അഗ്നിയുടെ ന്യൂനത എന്ന് പറയുന്നത് എന്താണ്? അഗ്നിയുടെ ഉഷ്ണത്തെ നശിപ്പിക്കുക, അഗ്നിയുടെ പ്രകാശത്തെ നശിപ്പിക്കുക. അത് വിറകിന് സാധ്യമല്ല. അതാണ് അഗ്നിയുടെ ന്യൂനത എന്ന് പറയുക. അത്
അതിനെ കൊളുത്തുക, അല്ലെങ്കിൽ അത് അണഞ്ഞു പോവുക, അതല്ല ഇവിടെ പറയുന്നു. അങ്ങനെ എടുക്കരുത്. വിറകിലാണ് തീ കത്തുന്നത്. പക്ഷേ അത് വിറകായിക്കൊള്ളട്ടെ, മണ്ണെണ്ണ ആയിക്കൊള്ളട്ടെ, പെട്രോൾ ആയിക്കൊള്ളട്ടെ, എന്തോ ആയിക്കൊള്ളട്ടെ, അഗ്നിക്കൊരു സ്വഭാവമുണ്ട്. അത് പ്രകാശിക്കുന്നു, ചൂടുള്ളതായിരിക്കുന്നു. അതാണ് അതിന്റെ സ്വരൂപം, അതിന്റെ സ്വഭാവം. അതിനെ മാറ്റാൻ ഈ വസ്തുക്കൾക്ക് കഴിയില്ല. എന്തുകൊണ്ടാണ് അവിടെ പറയുന്നത്? വേണമെങ്കിൽ നിങ്ങൾക്ക് വാദിക്കാം, എന്താണ്, വിറകുള്ളപ്പോ അഗ്നി പ്രകാശിക്കുന്നു, വിറക് തീർന്ന അഗ്നി അണഞ്ഞു പോകുന്നല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. അത് ശരിയാണ്. വിറകുള്ളപ്പോ അഗ്നി പ്രകാശിക്കും. ഈ വിഷയങ്ങളുള്ളപ്പോ ബോധം വിഷയത്തെ പ്രകാശിപ്പിക്കുന്നു. നിങ്ങൾ വിറകിനെ എങ്ങനെ അറിഞ്ഞു? ചക്ഷുരേന്ദ്രിയത്തിലൂടെ നിങ്ങൾ ഈ വിറകിനെ എങ്ങനെ അറിഞ്ഞത്? ആ അഗ്നിയുടെ പ്രകാശം കൊണ്ടാണ്. അഗ്നിയുടെ പ്രകാശം ഉണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് വിറകിനെ അറിയാൻ പറ്റും? ഏത് അഗ്നി ഏത് വിറകിനെ ദഹിപ്പിച്ചു എന്ന് നിങ്ങൾ എങ്ങനെ അറിയുന്നു? അതേ അഗ്നിയുടെ പ്രകാശം കൊണ്ട് അല്ലേ? അല്ലാതെ അറിയാൻ വഴിയില്ല. അല്ലെങ്കിൽ സൂര്യപ്രകാശം, ഒരു പ്രകാശം വേണം അതിനെ വെളിപ്പെടുത്തുന്നതിന്. ഒരിക്കലും ആ ഇന്ധനത്തിന് അത് ദഹിച്ചാലും ദഹിപ്പിച്ചില്ലെങ്കിലും അത് പ്രകടമാകുന്നു, നശിക്കുന്നു. ബോധം പ്രകടമാകുന്ന പോലെ എവിടെ നിന്ന് വരുന്നു, ഇവിടേക്ക് പോകുന്നു. അതിന്റെ ഉത്പത്തി നാശങ്ങളെ കുറിച്ചൊന്നും നമുക്കറിയില്ല. അത് ശരിയാണ്, ആ വിഷയത്തിലേക്ക് ചിന്തിക്കേണ്ട. പക്ഷെ അത് പ്രകടമായിരിക്കുമ്പോൾ ഒരു ഇന്ധനത്തിനും അതിനെ വളർത്താനോ തളർത്താനോ കഴിയില്ല. നഹീയതയോ വർദ്ധതയോ എന്ന് വെച്ചാൽ അഗ്നിയുടെ ആ സ്വഭാവമായിരിക്കുന്ന പ്രകാശത്തെ, ചൂടിനെ ഇല്ലാതാക്കാനോ ഉണ്ടാക്കാനോ കഴിയത്തില്ല. ഒരു കാര്യം മാത്രം, എന്താണ്, അതങ്ങനെ പ്രകാശിക്കണമെങ്കിൽ അതിനൊരു ഇന്ധനം വേണം. അത് ശരിയാണ്. ഇവിടെയും ഈ ബോധത്തെ നമ്മൾ വിഷയ സാന്നിധ്യത്തിലേ നമുക്ക് അറിയാൻ കഴിയുന്നു. നിർവിഷയമായ ബോധം അങ്ങനെയൊന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല. ജാഗ്രതത്തിൽ ഈ വിഷയങ്ങളെ കാണുന്നു, ആ വിഷയത്തോട് ചേർന്ന് ബോധം, പുസ്തകത്തിന്റെ അറിവ്, മേശയുടെ അറിവ്, എന്നെക്കുറിച്ചുള്ള അറിവ്, നിന്നെക്കുറിച്ചുള്ള അറിവ്, ഈ രീതിയിലെ അറിവ് പ്രകാശിക്കുന്നു. നിർവിഷയജ്ഞാനം അങ്ങനെ ഒന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല. അത് സത്യമാണ്. വിറകില്ലാത്ത തീയെ നമ്മൾ കാണുന്നില്ല. ഇന്ധനമില്ലാതെ അഗ്നി ഒരിടത്തും പ്രകാശിക്കുന്നില്ല. അത് നമ്മുടെ അനുഭവത്തിലാണ്. ഇവിടെ നമ്മുടെ അനുഭവത്തിലും അങ്ങനെ തന്നെ. എന്തുകൊണ്ട്? താൻ മായയ്ക്ക് അധീനനായിരിക്കുന്നു, അവിദ്യയ്ക്ക് അധീനനായിരിക്കുന്നു. അതുകൊണ്ട് അവിദ്യ അധീനനായിരിക്കുന്ന ആ ജീവന് വിഷയ സാന്നിധ്യത്തിലല്ലാതെ അറിവ് പ്രകാശിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഭോക്താവെന്നും ഭോഗ്യമെന്നും രണ്ടായി തിരിഞ്ഞിരിക്കുന്നു എന്ന് ആ വിഷയത്തോട് ബന്ധപ്പെടുത്തി ഈ തുര്യനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വിഷയയുക്തമായിരിക്കുന്ന ഈ അറിവിനെ ആ വിഷയബന്ധമില്ലാതെ വെളിപ്പെടുത്താൻ സാധ്യമല്ല. അതുകൊണ്ട് ഭോക്താവ്, ഭോഗ്യം എന്ന് രണ്ടു തരത്തിലിരിക്കുന്ന ഇതിന്റെ തത്വത്തെ അറിയുന്നവന് എന്താണ്? ഭുഞ്ചാനോ നടിപ്യത, അവന് ബന്ധനമില്ല. അതിന്റെ തത്വം എന്ന് പറയുന്നതിനാണ് ഇവിടെ തുര്യോ എന്ന് പറയുന്നത്. എപ്പോ ബന്ധനമില്ല? ഭുഞ്ചാനോ, ഇവിടെ ഭാഷകാരൻ പറയുന്നു ഭുഞ്ചാനോഭി, അവനിതെല്ലാം അറിഞ്ഞുകൊണ്ടിരുന്നാലും ശരി, അവനിതെല്ലാം അനുഭവിച്ചുകൊണ്ടിരുന്നാലും ശരി, അവൻ ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരുന്നാലും ശരി, അവനെ ഇത് ബന്ധിക്കുന്നില്ല, അവനെ ഇത് സംസാരിയാക്കുന്നില്ല. അവൻ നിത്യമുക്തനായി തന്നെ ഇരിക്കുന്നു. ആത്യന്തികമായി അത് നിത്യമുക്തം തന്നെയാണ്. അതിന്റെ മുക്തിക്ക് വേണ്ടി പരിശ്രമം ആവശ്യമില്ല. അത് ബന്ധനത്തിൽ പെട്ടിട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അത് പാരമാർത്ഥികമായൊരു നിലയാണ്, നമ്മുടെ അനുഭവ നിലയെക്കുറിച്ചല്ല പറയുന്നത്. അതുകൊണ്ട് അവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നു. ഈ പറഞ്ഞ് കാര്യങ്ങൾ തെളിഞ്ഞു വരുമ്പോൾ അവസാനം ഒരു ആശയക്കുഴപ്പത്തിൽ ചെല്ലും. ആ ആശയക്കുഴപ്പം തനിയെ മാറേണ്ടതാണ്. വാക്കുകൾ കൊണ്ടോ അഭ്യാസങ്ങൾ കൊണ്ടോ മാറേണ്ടതല്ല. എന്നാലും പിടികിട്ടുന്നില്ലല്ലോ എന്ന് വരും. ആ പിടികിട്ടാതിരിക്കൽ
അത് സ്വയം മാഞ്ഞു പോകേണ്ടതാണ്. ആ അവസാന നില വരെ നമ്മളെ കൊണ്ട് എത്തിക്കുകയാണ് ശാസ്ത്രം ചെയ്യുന്നത്. നമ്മളെ മുമ്പോട്ട് നയിച്ച് കൊണ്ടുപോയി അവസാനം ചെന്നിടും ഒരു ചെറിയൊരു കൺഫ്യൂഷനിൽ കൊണ്ടെത്തിക്കും. അതുവരെ പറ്റും. അത് ഒരുപക്ഷെ അവസാനത്തേതായിരിക്കും. പക്ഷെ ആ കടമ്പ സ്വയം മാറിക്കിട്ടണം. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ ഗുരു അനുഗ്രഹം കൊണ്ട് മാറിക്കിട്ടണം. വേറെ ഒന്നും അവന് പറയാനില്ല. അതാണ് ഇവിടെയും പറയുന്നത്. നഹി യസ്യോ വിഷയ സത്യേന ഹീയതേ വർദ്ധദേവ. അറിവ് ഇങ്ങനെ രണ്ടായി ഭോക്താവായും ഭോഗ്യവുമായും ഇരിക്കുന്നു. അതൊന്നും അറിവിനെ ബാധിക്കുന്നില്ല, ഒന്നും അറിവിനെ ബന്ധിക്കുന്നില്ല. തിരിയനയിലൊന്നും ബന്ധനം ഉണ്ടാകുന്നതല്ല. അതിന് ദൃഷ്ടാന്തം പറഞ്ഞു നഹി അഗ്നി സ്വവിഷയം ദഗ്ധ്വ കാഷ്ടാദി തദ്വത് എന്നാണ്. എന്ന് പറഞ്ഞ് നമ്മളെ ആത്മബോധത്തിലേക്ക് അടുപ്പിക്കുകയാണ്, സ്വരൂപബോധത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടുവരികയാണ്. ആ സ്വരൂപബോധത്തെക്കുറിച്ച് കൂടി പ്രകാശിക്കുകയാണ്. സബുഞ്ചാനോ നലിപ്യതേ എന്ന് പറയുന്നതിന്റെ വാച്യാർത്ഥത്തിന് നിൽക്കരുത്. വാച്യാർത്ഥം എന്താണ്? അവൻ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവനൊന്നും ബാധിക്കത്തില്ല എന്നാണ്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ബാധിക്കും. താൻ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ തന്നെ ബാധിക്കുന്നോ ബാധിക്കുന്നില്ല അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ അറിവിന്റെ നിലയിൽ നിന്നുകൊണ്ട്, അതിന് നടുനില എന്ന് പറയും, ആ നിലയിൽ നിന്നുകൊണ്ട് എന്താണ് ബന്ധിക്കാതിരിക്കുന്നത്, എന്താണ് മോക്ഷം എന്നിവിടെ വിശദീകരിക്കുകയാണ്. സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വേദ ഏതദുഭയം യസ്തു സഭുഞ്ചാനോന് ലിപ്യതേ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഇവിടെ കഴിഞ്ഞ ഭാഗങ്ങളിൽ ഭോക്താവിനെ കുറിച്ചും ഭോഗ്യത്തെക്കുറിച്ചും ജാഗ്രത സ്വപ്ന സുഷുപ്തികളെ വിശകലനം ചെയ്ത് പറഞ്ഞതിന് ശേഷം ആ ശ്രോതാവിന്റെ വാസ്തവസ്ഥിതിയെക്കുറിച്ച് അവനെ ബോധിപ്പിക്കുകയാണ്. ഇതിന്റെ പരമാർത്ഥം നീ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇത് നിന്നെ ബന്ധിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കും. എന്ന് പറഞ്ഞാൽ നീ സദാമുക്തനാണ്. മാണ്ഡൂക്യകാരിക ഏതും ഉപനിഷത്തിലും നമ്മളെ ബോധിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. സദാമുക്തി, നിത്യമുക്തി, അതിനെക്കുറിച്ചാണ് ബോധിപ്പിക്കുന്നത്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു ചെറിയ കാര്യമേ ഉള്ളൂ എന്നാ പറയുന്നു. ഞാൻ പറയുന്നതല്ല, ഇവിടെ മന്ത്രത്തിൽ പറയുന്നു. ആ ഒരു ചെറിയ കാര്യത്തിലേക്ക് നീ ഉണർന്നു കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാവും എന്താണ് നിത്യമുക്തി എന്നുള്ളത് മനസ്സിലാകുന്നതാണ്. അപ്പൊ ചിലർക്ക് അസ്വസ്ഥത ഉണ്ട്. അപ്പൊ എന്റെ ജപവും ധ്യാനവും മന്ത്രവും ഒക്കെ എന്ത് ചെയ്യും, ഇതൊക്കെ എന്ത് ചെയ്യും എന്ന് ചോദിക്കും. അങ്ങനെ ഒരു ചോദ്യം ഉണരുന്നുണ്ടെങ്കിൽ അത് വിടരുത്. അതിൽ തന്നെ മുറുകെ പിടിക്കുക. ജപത്തിലും ധ്യാനത്തിലും മന്ത്രത്തിലും ഒക്കെ തന്നെ മുറുകെ പിടിക്കുക. അങ്ങനെ ഒരു ചോദ്യം എവിടെ നിന്നെങ്കിലും ഉയർന്നു വരുന്നുണ്ടെങ്കിൽ ആ ചോദ്യങ്ങളൊക്കെ അവസാനിക്കുന്നിടത്താണ് ഈ ഉണർവ്. അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നു. അതുകൊണ്ടാണ് ഇത് തുടങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞു ഇത് വേണ്ട, ഇവിടെ ഈ കളി നമുക്ക് വേണ്ട എന്ന് പറഞ്ഞത്. ത്രിഷു ധാമസു യത് ഭോജ്യം ഭോക്തായശ്ച പ്രകീർത്തിത വേദേതദുഭയം യസ്തു സഭുഞ്ചാനോ ന ലിപ്യതേ.